ഈ ബാച്ച് നോക്കട്ടെ, നിങ്ങൾ ബാച്ച് നോക്കട്ടെ. പഠിച്ചോ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിച്ച എല്ലാവരും? SNKS വാങ്ങിനോ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു? ക്യാമറ മൈക്ക് ഓഫ് എല്ലാവരും പഠിച്ചു? എല്ലാവരും തന്റെ ക്യാമറ മൈക്ക് എല്ലാം ഓഫ് ചെയ്തേ. സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ പഠിച്ചുകൊണ്ട് എന്താണ് ബേസിക്സ് ഓഫ് നഴ്സിംഗിൽ നിന്ന് നഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിച്ചതല്ലേ? നഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഏതിൽ പഠിച്ചത്? നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് അവസാനം ഏതുവരെ പഠിച്ചത്? ഏതിൽ പഠിച്ചു? നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് നിങ്ങൾ എല്ലാവരും അവസാനം പഠിപ്പിച്ച ടോപ്പിക്കിന്റെ പേരെന്താ? നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് അവസാനം പഠിപ്പിച്ച ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ പേരെന്താ? പൊസിഷൻസ് ആണോ? എല്ലാവരും പറഞ്ഞ പൊസിഷൻസ് ആണോ? ആണോ പറഞ്ഞു? എല്ലാം പറയണം. പൊസിഷൻസ് ആണോ? അടുത്ത പഠിച്ചു? എത്ര പൊസിഷൻ പഠിച്ചു? എത്ര പൊസിഷൻ പഠിച്ചു? എത്ര പൊസിഷൻ പഠിച്ചു? മൂന്നല്ലേ? മൊത്തം 3 പൊസിഷൻ പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം 3 പഠിച്ചു. മൊത്തമായിട്ടൊരു 11ഓളം പൊസിഷൻ പഠിക്കാനുണ്ട്. മൊത്തമായിട്ട് ഫൗണ്ടേഷനകത്ത് 11ഓളം പൊസിഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് 3 പഠിച്ചല്ലോ. റെക്കോർഡിങ്സ് കിട്ടിയല്ലോ? കിട്ടിയില്ല? ക്യാമറ മൈക്ക് ഒക്കെ എല്ലാവരും ആരോ മൈക്ക് വിളിച്ചിരിക്കുന്നു. ആരുടെ മൈക്ക് വിളിച്ചിരിക്കുന്നു? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച പൊസിഷന്റെ പേര് എന്തൊക്കെയാ? കഴിഞ്ഞ ദിവസം പഠിച്ച പൊസിഷന്റെ പേര് എന്തൊക്കെയാ? സുപ്പൈൻ പഠിച്ചില്ലേ? സുപ്പൈൻ പഠിച്ചോ? പഠിച്ചു. സുപ്പ മറ്റേ പേരെന്താ? സുപ്പൈൻ മറ്റേ പേരെന്താ? ഡോർസൽ പൊസിഷൻ ഉണ്ടോ? കാരണം എക്സാമിന് ഡോർസൽ കേൾക്കുമ്പോൾ ആരും സുപ്പൈൻ ആണെന്ന് ഓർമ്മിക്കില്ലല്ലോ. എക്സാമിന് സുപ്പൈൻ പൊസിഷൻ ആണ് ഡോർസൽ പൊസിഷൻ കേൾക്കുമ്പോൾ ഓർമ്മിക്കാറില്ല. കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്. അപ്പം കഴിഞ്ഞ ദിവസം സുപ്പൈൻ പഠിച്ചു. അത് പഠിച്ചു. അന്ന് പ്രോൺ പൊസിഷൻ പഠിച്ചില്ലേ? സുപ്പൈൻ പഠിച്ചു. പ്രോൺ പൊസിഷൻ പഠിച്ചു. ശേഷം പഠിച്ചു. ശേഷം സിറ്റിംഗ് അല്ലെങ്കിൽ അപ്രൈറ്റ് പൊസിഷൻ പഠിച്ചല്ലേ? സുപ്പൈനും പ്രോണും അല്ലെങ്കിൽ സിറ്റിംഗ് വരെ 3 പൊസിഷൻ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ? 3 പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ഫോർത്ത് പൊസിഷൻ ഈസ് ഡോർസൽ എലിവേറ്റഡ് പൊസിഷൻ അല്ലെങ്കിൽ സെമി റെക്കമെൻഡ് പൊസിഷൻ അല്ലേ? ഡോർസൽ എലിവേറ്റഡ് അല്ലെങ്കിൽ സെമി റെക്കമെൻഡ് പൊസിഷൻ വിളിക്കാം. എന്തായിരിക്കും ഇത്? ഡോർസൽ എലിവേറ്റഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പൊസിഷനെ കുറിച്ച് ഇത് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സുപ്പൈനും പ്രോണും സിറ്റിംഗിനും പഠിച്ചില്ലേ? സുപ്പൈനും പ്രോണും ആ ഫസ്റ്റ് 3 പൊസിഷൻ പഠിച്ചെങ്കിൽ 4ാമത്തെ പേര് ആദ്യം ഫെമിലിയർ ആക്കുക. എന്തായിരിക്കും? പേര് കേട്ടിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും പേര് ഡോർസൽ എലിവേറ്റഡ് പൊസിഷൻ അല്ലെങ്കിൽ സെമി റെക്കമെൻഡ് പൊസിഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? SNKS ലോഗിനോ? ഒരു കാര്യം പഠിക്കുമ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയണം, അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം. എവിടെയെങ്കിലും ഡോർസൽ എലിവേറ്റഡ് അല്ലെങ്കിൽ സെമി റെക്കമെൻഡ് പൊസിഷൻ കേട്ടിട്ടുണ്ടോ? സുപ്പൈനും പ്രോണും എല്ലാം സിറ്റിംഗ് പഠിച്ചു. സുപ്പൈനും പ്രോണും എന്താണ്? സിറ്റിംഗ് പഠിച്ചു. 4ാമത്തെ ആളെന്താ? ഡോർസൽ എലിവേറ്റഡ് അല്ലെങ്കിൽ സെമി റെക്കമെൻഡ് പൊസിഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? SNKS ലോഗിനോ? സമയമില്ല. ഇത് ഇപ്പൊ നിങ്ങൾ ഇത് കിടക്കുന്ന പൊസിഷനാണോ? നിങ്ങൾ കിടക്കുന്ന പൊസിഷനാണോ? ആ പേര് കേട്ടാൽ വേറെ എന്തോ പോലെ തോന്നല്ലേ? നിങ്ങൾ കിടക്കുന്ന പൊസിഷനാണോ? ആണോ?
അതോ ഇരിക്കുന്ന പൊസിഷനാണോ? നിങ്ങൾ കിടക്കുന്ന പൊസിഷനാണോ ഇരിക്കുന്ന പൊസിഷനാണോ അത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണോ? ഈ പിക്ചർ കണ്ടാൽ അറിയാം നിങ്ങൾ കിടക്കുന്ന പൊസിഷനാണോ ഇരിക്കുന്ന പൊസിഷനാണോ രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണോ? ആലോചിച്ച് പറയുക. ഈ പിക്ചർ കണ്ടാൽ അറിയാം ദ ഡോർസൽ എലിവേറ്റ് അല്ലെങ്കിൽ സെമി ഇറക്കുന്ന പൊസിഷൻ എന്ന് പറയുമ്പോൾ കിടക്കുന്നതാണോ ഇരിക്കുന്നതാണോ രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണോ? ആലോചിച്ച് പറഞ്ഞു, ആലോചിച്ച് പറഞ്ഞു. അത് കിടക്കുക ചോദിച്ചാ ഇല്ലല്ലേ? അത് കിടക്കുക ചോദിച്ചാൽ ഇല്ലല്ലേ? പക്ഷെ ഇരിക്കുക ചോദിച്ചാൽ അതുമില്ലല്ലോ, ശരിയല്ലേ? കിടക്കുക ചോദിച്ചാൽ അതില്ല, പക്ഷെ എന്തുണ്ടല്ലോ രണ്ടും കൂടെ ചേർന്ന് വരുന്നതല്ലേ? രണ്ടും കൂടെ ചേർന്ന് വരുന്ന പൊസിഷൻ എന്താ? എന്തായിരിക്കും? 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 ഇവിടെ എന്താണ് പേഷ്യന്റ് ഇല്ലേ? അവിടെ പേഷ്യന്റ് കിടക്കുകയല്ല ഇരിക്കുകയല്ലോ. ഇവിടെ കിടക്കുകയാണെന്ന് ചോദിച്ചാൽ കിടക്കുന്നില്ല, ഇരിക്കുകയാണ് ഇരിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള പൊസിഷനെ വിളിക്കുന്ന പേരെന്താ? എവിടെയെങ്കിലും കണ്ടുണ്ടോ ഈ പേഷ്യനെ? ഏതെങ്കിലും പേഷ്യന്റിനെ ഡോർസൽ എലിവേറ്റർ ആയിട്ട് അല്ലെങ്കിൽ സെമി റെക്കം പൊസിഷൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും പേഷ്യന്റ് എപ്പോഴെങ്കിലും സെമി റെക്ക് പൊസിഷൻ കണ്ടുണ്ടോ? ഇവിടെ ഇത് ഹെഡും ഷോൾഡറും ഇത് എലിവേറ്റർ ആണോ? ഡോർസൽ എലിവേറ്റഡ് എന്ന് പറയുമ്പോൾ ദ ഹെഡും ഷോൾഡറും എലിവേറ്റഡ് ആണോ? ദ ഡോർസൽ എലിവേറ്റഡ് എന്ന് പറയുമ്പോൾ ഹെഡും ഷോൾഡറും ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ ഹെഡും ഷോൾഡറും എലിവേറ്റഡ് ആണോ? ചോദ്യം വരും. ആണ്. ഏകദേശം ഒരു 30 ഡിഗ്രിയോളം, ഒരു 30 ഡിഗ്രിയോളം ചാരിക്കിടന്ന പോലെയല്ലേ? ചാരിക്കിടക്കുന്നത് പോലെയല്ലേ? ഇത് ചാരിക്കിടക്കുന്നത് പോലെ ഷോൾഡറും ആ ഹെഡും ഒരു 30 ഡിഗ്രി എലിവേറ്റഡ് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണല്ലോ. ചോദ്യം വരും എക്സാമിന്. ദ പൊസിഷൻ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. എക്സാമിന് ദ പൊസിഷൻ എന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ 11 പൊസിഷൻ പഠിക്കാൻ വേണ്ടി 11 പൊസിഷൻ എക്സാമിന് പഠിക്കാനുണ്ട്. അവിടെ ഒരു ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കും. 1 മാർക്ക് കളയണം, 1 മാർക്ക് കളയണം, 1 മാർക്ക് കളയണം. നമുക്ക് കൃത്യമായി കിട്ടുന്ന 1 മാർക്ക് കളയണം. നമുക്ക് കൃത്യമായി കിട്ടുന്ന 1 മാർക്ക് കളയണോ? നമുക്ക് കൃത്യമായി കിട്ടുന്ന 1 മാർക്ക് കളയണോ? 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 പണ്ട് കേരള പി സി എക്സാമിനൊക്കെ സിമ്പിൾ ചോദ്യം ഉണ്ടായിരുന്നു. പണ്ട് കേരള പി സി എക്സാംസിനൊക്കെ സിമ്പിൾ ചോദ്യം എന്തെന്നറിയാമോ? ദ പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് എന്താ? പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 5 വർഷത്തിനകത്തൊക്കെ ആണെങ്കിൽ ചോദ്യം ഇതൊക്കെ ആയിരുന്നു. പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് ഏത് ക്വസ്റ്റ്യനാ? പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് ഏത് ക്വസ്റ്റ്യനാ? സുപ്പൈൻ അല്ലേ? ശരിയല്ലേ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ചോദ്യം ഇതൊക്കെയായിരുന്നു. പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് ഏതാ? സുപ്പൈൻ ആണ്. പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്കും ആൻഡ് ദ ഫേസ് അപ്പായിരിക്കുന്ന പോസ്റ്റർ ഏതാ? സുപ്പൈൻ അല്ലേ? ശരിയല്ലേ? ആൻഡ് ഹെഡിൽ എപ്പോഴും ദ പില്ലോ സപ്പോർട്ട് ചെയ്താ? സുപ്പൈൻ അല്ലേ? അതുപോലെ ഉണ്ടായിരുന്നു കേരള പി സി പണ്ടുണ്ടായിരുന്നു. പേഷ്യന്റ് ലൈസ് ഓൺ ദ അബ്ഡോമൻ ഏതാ? പേഷ്യന്റ് ലൈസ് ഓൺ ദ അബ്ഡോമൻ ഏതാ? അത് പ്രോൺ ആയിരുന്നു അല്ലേ? അത് പ്രോൺ അല്ലേ? അല്ലേ? അങ്ങനെ സിമ്പിൾ ചോദ്യം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ. അതുപോലുള്ള സിമ്പിൾ ചോദ്യം. പക്ഷെ ഇനിയുള്ള കാലത്ത് അത്രയും സിമ്പിൾ ചോദ്യങ്ങൾ പഠിക്കാൻ കാരണം എന്നറിയാമോ? ആ വർഷങ്ങൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒരുപോലെ ചോദ്യം ഇപ്പോഴത്തെ എക്സാം ഉണ്ടാക്കും അല്ലേ? എപ്പോഴും ചോദ്യം ഉണ്ടാക്കുന്ന ആൾക്കാർ ഒന്നുകിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പഴയ ആൾക്കാർ. രണ്ടുപേരും മിക്സ് ചെയ്ത ചോദ്യം ഉണ്ടാക്കാറുണ്ട്. ചോദ്യം ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം എഴുതാൻ സാധിക്കണ്ടേ? സാധിക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? വേണം, വേണം. സോ ഇത് ഡോർസൽ എലിവേറ്റ് അല്ലെങ്കിൽ സെമി റെക്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ ചോദിക്കുകയാണ് പേഷ്യന്റ് കിടക്കുകയാണോ ഇരിക്കുകയാണോ? അത് രണ്ടും ഉണ്ടോ? പേഷ്യന്റ് കിടക്കുന്ന അവസ്ഥയാണോ ഇരിക്കുന്ന അവസ്ഥയാണോ? രണ്ടും ഉണ്ടോ? ഞാൻ ഫുള്ള് മലയാളമോ പറയുന്നത്, പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. പേഷ്യന്റ് കിടക്കുകയാണ് ഇരിക്കുകയാണ് രണ്ടും ഉണ്ടോ? ഉണ്ടോ? പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റുമോടെ? പറഞ്ഞു. പറ്റും. രണ്ടും ഉണ്ടല്ലേ? രണ്ടും ഉണ്ട്. എങ്കിൽ ഇവിടെ ഹെഡും ഷോൾഡറും മാത്രം, ഈ പിക്ചറിനകത്ത് ഹെഡും ഷോൾഡറും മാത്രമാണോ എലിവേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ പൊസിഷനകത്ത് ഹെഡും ഷോൾഡറും മാത്രമാണോ എലിവേറ്റ് ചെയ്യുന്നത്? ഞാൻ ക്ലാസ്സിലാണ് വിളിക്കുന്നത്, ക്ലാസ്സിലാണ്. ഇവിടെ ഹെഡും ഷോൾഡറും മാത്രമാണോ എലിവേറ്റഡ്? ദ ഡോർസൽ എലിവേറ്റ് എന്ന് പറയുമ്പോൾ ഹെഡും ഷോൾഡറും മാത്രമാണോ എലിവേറ്റഡ്? ശരിയാണ്, ഹെഡും ഷോൾഡറും മാത്രമാണ് എപ്പോഴും ദ ഡോർസൽ എലിവേറ്റ് അല്ലെങ്കിൽ സെമി റെക്കമർ പൊസിഷനകത്ത് എപ്പോഴും ഹെഡും ഷോൾഡറും മാത്രമാണ് എലിവേറ്റഡ് ആയിരിക്കുന്നത്. എത്ര ഡിഗ്രിയാ? ഈ ഒരു പിക്ചർ കണ്ടിട്ട് എത്ര ഡിഗ്രി തോന്നുന്നു? ഈ ഫണ്ടിലെ ഈ ഒരു പിക്ചർ കണ്ടിട്ട് എത്ര ഡിഗ്രി തോന്നുന്നു? മുന്നിലുള്ള ഈ ഒരു പിക്ചർ എത്ര ഡിഗ്രി തോന്നുന്നു? എത്ര തോന്നുന്നു? 30 ഡിഗ്രി അല്ലേ? ഹെഡും ഷോൾഡറും ഒരു 30 ഡിഗ്രിയോളം എലിവേറ്റഡ്. മറക്കരുത്, ഹെഡും ഷോൾഡറും മാത്രം 30 ഡിഗ്രിയോളം എലിവേറ്റഡ് ആണ്. ബാക്കി ആംസും ആൻഡ് എൽബോ എങ്ങനെയാ? ഇത് പില്ലോ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ആംസും ഈ പറഞ്ഞ എന്താണ്, ബാക്കിയുള്ള എല്ലാം ഇത് പില്ലോ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇത് പില്ലോ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഷോൾഡറും ആംസും പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യാറില്ലേ? ചെയ്യാറില്ലേ? ഉണ്ട്. കാരണം നിങ്ങൾ അതിലിപ്പോ എപ്പോഴും സുപ്പൈനും പ്രോണും അതിന്റെ ഫൗളേഴ്സും സെമി ഫൗളേഴ്സും എല്ലാം മാത്രം പഠിച്ചു പോകുന്ന ആൾക്കാരല്ലേ. ഏതൊരു എക്സാം എടുത്താലും സുപ്പൈനും പ്രോണും ഫൗളേഴ്സും സെമി ഫൗളേഴ്സും മാത്രം മനസ്സിൽ കാണാതെ ഓർമ്മ നിൽക്കും അല്ലേ? ശരിയല്ലേ? സുപ്പൈനും പ്രോണും ഫൗളേഴ്സും സെമി ഫൗളേഴ്സും എല്ലാം മാത്രം മനസ്സിൽ അറിയാതെ പതിഞ്ഞിരിക്കും. പക്ഷെ ബാക്കിയുള്ള എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാറില്ല അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾ എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത ആൾക്കാരല്ലേ? ശരിയല്ലേ? അങ്ങനെയുള്ള സമയത്താണ് ഈ പറഞ്ഞ ഡോർസൽ എലിവേറ്റഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡും ഷോൾഡറും അവിടെ എത്ര ഡിഗ്രി എലിവേറ്റഡ് ആണ്? ഹെഡും ഷോൾഡറും എത്ര ഡിഗ്രി എലിവേറ്റഡ് ആണ്? എത്രയാ? 30 ഡിഗ്രി. 30 ഡിഗ്രി. 30 ഡിഗ്രി. ഇത് നമുക്ക് എവിടെ ഉപയോഗിക്കാം? അത്? ഇത് എവിടെ ഉപയോഗിക്കാം? ഡോർസൽ എലിവേറ്റ് അല്ലെങ്കിൽ ഈ പൊസിഷൻ എവിടെ ഉപയോഗിക്കാൻ പറ്റും? സാധാരണ ജോലി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? സാധാരണ എപ്പോഴെങ്കിലും ഡോർസൽ എലിവേറ്റ് അല്ലെങ്കിൽ സെമി റെക്ക് പൊസിഷൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എവിടെ യൂസ് ചെയ്യും? ആർക്കൂറെ ഇത് എവിടെ യൂസ് ചെയ്യാറുണ്ട്? എക്സാം, കേരള PC എക്സാം പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. ഇത് എവിടെ യൂസ് ചെയ്യും? എന്തൊക്കെയാണ് യൂസ് ചെയ്യും? ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് യൂസ് ചെയ്യാറുണ്ടോ? ഒരു അസുഖം വന്ന ശേഷമുള്ള റിക്കവറി പീരീഡിൽ ഇത് യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് എന്ന് പറയുമ്പോൾ വേറെ പലരുടെ എവിടെയെങ്കിലും ഇത് കൺവാലസൻസ് പീരീഡ് ഉണ്ടോ എവിടെയെങ്കിലും? ഇത് കൺവൾഷൻ അല്ല, ഇത് കൺവാലസൻസ് എന്ന പേര് എവിടെയെങ്കിലും ഉണ്ടോ? എന്താ? ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് വിളിക്കുന്ന പേട്ടോ? ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് വിളിക്കുന്ന പേരെന്താ? ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡിനെ വിളിക്കുന്ന പേരെന്താ? കൺവാലസൻസ് വിളിക്കാം. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന പൊസിഷൻ എന്താ? ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? ചോദിക്കും, എക്സാമിൽ ചോദിക്കും. ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? ഇത് പ്രോൺ ആണോ, സുപ്പൈൻ ആണോ, സെമി റെക്കമെൻഡ് ആണോ, ഡോർസൽ ആണോ? ഏതായിരിക്കും ഇവിടെ? ഏതാ? ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് യൂസ് ചെയ്യുന്ന പൊസിഷൻ എന്താ?
ഒരു അസുഖത്തിന്റെ റിക്കവറി പീരീഡ് യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരിൽ ചോദ്യം ഇത്രയും വർഷമായിട്ട് കേരള PSC എക്സാമിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിരിക്കണം. ഏതാണ് ഉത്തരം പറയട്ടെ ഏതാ? ദ ഡോർസൽ എലിവേറ്റഡ് അല്ലെങ്കിൽ സെമി റെക്ടമൽ പൊസിഷനിൽ മറക്കരുത്. ഈ ചോദ്യം ഇനിയുള്ള എക്സാംസിലെല്ലാം ചോദ്യം വരും. കാരണം ഈ വരാപ്പോ എക്സാംസ് വളരെ ടഫ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. ഇത്രയും ക്ലിയറായി. ഇത് അറിഞ്ഞുകൂടത്തെ കാര്യം ഇത്രയും പഠിച്ചു. ഇത്രയും വർഷം പഠിച്ചാൽ അറിഞ്ഞുകൂടത്തെ കാര്യം ഈ ഒരു പൊസിഷൻ ഇത്രയും പഠിച്ചു. ഈ ഒരു പൊസിഷന് വേറെ യൂസ് ഉണ്ടോ? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പറഞ്ഞ ഡോർസൽ എലിവേറ്റഡ് അല്ലെങ്കിൽ സെമി റെക്ടൽ പൊസിഷന് വേറെ യൂസ് ഉണ്ട്. പക്ഷെ ആ നിങ്ങൾക്ക് അറിയാം. ഇന്ന് ജനറൽ എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ടോ? ജനറൽ എക്സാമിനേഷന് വേണ്ടി ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ചോദ്യം വരും. In the digital examination of the genitals, ചോദ്യം വരും. അല്ലെങ്കിൽ the bimanual examination of the vagina യൂസ് ചെയ്യാറുണ്ടോ? ചോദ്യം വരും. the bimanual examination of the vagina യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ ജെനറ്റൽ എക്സാമിനേഷനും അതുപോലെ തന്നെ വജൈനയുടെ the bimanual examination നമ്മൾ യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? ഇനി വരാൻ പോകുന്ന എക്സാമിൽ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കുക. ദ ബൈമാനുവൽ എക്സാമിനേഷൻ ഓഫ് ദ വജൈന, അതുപോലെ തന്നെ ജെനൈറ്റൽസിന്റെ എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേര് എന്താ? സുപ്പൈൻ ആണോ, ദ പ്രോൺ ആണോ, ഫൗൾഡർ ആണോ, ഓർ ദ ഡോർസൽ ആണോ? ഏതാ? ദ ഡോർസൽ എന്ന് പറയുമ്പോൾ ഡോർസൽ എലിവേറ്റർ അല്ലേ? ഡോർസൽ എലിവേറ്റഡ് എന്ന് ഓർമ്മിക്കുക. ഡോർസൽ എലിവേറ്റഡ് അല്ലേ? എലിവേറ്റഡ്. സൗണ്ട് ഉണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ കൈ വെറുതെ ഇരിക്കാറില്ല. സംസാരിക്കുമ്പോൾ എന്റെ കൈകൾ അവിടെ തട്ടിപ്പോവാറുണ്ട് കേട്ടോ. അതാ പഴയ പാട്ട് പാടാറില്ലേ ഇങ്ങനെ? അല്ലല്ലേ, സിനിമയിലെ പാട്ട് പാടാറില്ലേ? കൈ ഇങ്ങനെ പൊക്കാറില്ലേ? തട്ടിപ്പോയി. സദ്യ കഴിച്ചു എല്ലാരും? സദ്യ കഴിച്ചോ എല്ലാവരും? കഴിച്ചോ? പായസം കഴിച്ചോ? കഴിച്ചോട്ടെ. എല്ലാവർക്കും ഈ പറഞ്ഞത് കൈനീട്ടം കിട്ടിയോ? കൈനീട്ടം കിട്ടിയോ? ഞാൻ കഴിച്ച സാർ കഴിച്ചോ? ഞാൻ കഴിച്ച് പകുതിയായി ഇരിക്കുകയാണ്. ഞാൻ ഫുള്ള് കഴിച്ചില്ല, പകുതി കഴിച്ചോട്ടോ. ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല. ഇപ്പൊ സാർ കഴിക്കുന്നതിന്റെ പകുതിയോളം പകുതി വിശപ്പില്ല. കാരണം ഈ പറഞ്ഞ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. ആ വെള്ളം കുടിച്ച് കഴിഞ്ഞ് വിശപ്പും. ഇല്ല. പായസം കുടിച്ചോ? ഞാൻ കുടിച്ചു. എടാ കൈനീട്ടോടെ കിട്ടിയില്ല. കൈനീട്ട് ചോദിക്കാതിരിക്കുകയാണ്. എന്റെ കൈനീട്ടോടെ ഇവിടെ ഫീസ് ചെയ്ത് തരുന്നില്ല, പിന്നെ കഴിഞ്ഞിട്ടല്ലേ? സാർ എന്ത് ചോദ്യമാണ്? ഞങ്ങൾക്ക് അങ്ങനെ ചോദിക്കരുത്. ഫീസേ തരുന്നില്ല, പിന്നെയാണ് സാർ കൈനീട്ടാൻ. എന്ത് മണ്ടത്തര സാർ ചോദിക്കല്ലേ?
അങ്ങനെ ഒന്നും ചോദിക്കരുത്. എനിക്ക് ആ ഒരു വാക്ക് ഇഷ്ടമല്ല അല്ലെ. ഫീസേ തരുന്നില്ല, പിന്നെയാണ് കൈ നീട്ടം. സോ വജൈനയുടെ ബൈ മാനുവൽ എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? വജൈനയുടെ ബൈ മാനുവൽ എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? ഡോർസൽ എലിവേറ്റ് അല്ലെങ്കിൽ സെമി റെക്യുമെന്റ് പൊസിഷൻ യൂസ് ചെയ്യില്ലേ. അപ്പൊ നമ്മൾ 4 പൊസിഷൻ കണ്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് 4 ഏതൊക്കെയാ? സുപ്പൈൻ കണ്ടു അല്ലെ. ഫസ്റ്റ് ഏത് കണ്ടു? സുപ്പൈൻ കണ്ടില്ലേ? ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കണ്ടു, സുപ്പൈൻ കണ്ടു. എന്റെ ചോദ്യം, സുപ്പൈന്റെ മറ്റൊരു പേരെന്താ? കഴിഞ്ഞ ദിവസം പഠിച്ച സുപ്പൈന്റെ മറ്റൊരു പേരെന്താ? ഹൊറിസോണ്ടൽ ഉണ്ടോ? ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ ഉണ്ടോ? ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ അയ്യോ പഠിപ്പിച്ചില്ല, നിങ്ങൾ പറയില്ലേ? സുപ്പൈൻ ഹൊറിസോണ്ടൽ അല്ലെ. ഹൊറിസോണ്ടൽ ആൻഡ് പ്രോൺ പഠിച്ചു. സിറ്റിങ്ങിന്റെ മറ്റൊരു പേരെന്താ? സിറ്റിങ്ങിന്റെ മറ്റൊരു പേരെന്താ? സിറ്റിംഗ് പൊസിഷൻ, അപ്രൈറ്റ് പൊസിഷൻ അല്ലെ. അപ്രൈറ്റ് പൊസിഷൻ. അതുപോലെ ഇന്ന് ഇവിടെ തുടങ്ങി വെച്ച ഡോർസൽ എലിവേറ്റഡിന്റെ മറ്റൊരു പേരെന്താ? സെമി റെക്കമെൻഡ് പൊസിഷൻ. എപ്പോഴും മറ്റൊരു പേര് ഓർമ്മിക്കണേ, മറ്റൊരു പേര് ഓർമ്മ വേണം. അപ്പൊ മൊത്തം 4 പഠിച്ചില്ലേ? 4 ടൈപ്പ് പൊസിഷൻ പഠിച്ചു. ഫൗണ്ടേഷനകത്ത് 4 പഠിച്ചു. 5ാം വര ദ ലാറ്ററൽ. 5ാമത് വരുന്ന പൊസിഷന്റെ പേരാണ് ദ ലാറ്ററൽ. അല്ലെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചു, എല്ലാ പൊസിഷനും മറ്റൊരു പേരല്ലേ. മിക്കവാറും എല്ലാ പൊസിഷനും തന്നെ മറ്റൊരു പേരുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ആദ്യം ഓർമ്മിക്കേണ്ട പേര് അനദർ നെയിംസ് ആണ്. എപ്പോഴും ഫസ്റ്റ് പഠിച്ചു വെക്കേണ്ട കാര്യം. എക്സാമിൽ ചോദ്യം ഉണ്ടാക്കുന്ന എപ്പോഴും ഒരു പൊസിഷന്റെ മറ്റൊരു പേര് വെച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. ആ സമയം ഒന്ന് കൺഫ്യൂഷൻ ആകത്തില്ലേ? ശരിയല്ലേ? എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ മറ്റൊരു പേര് അനദർ നെയിം വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോയി എനിക്ക് ആ പേര്. കാരണം ഫസ്റ്റ് പേര് മാത്രം പഠിച്ച് ബാക്കി എല്ലാ എക്സ്പ്ലേഷൻ പഠിച്ചുകൊണ്ട് പോകും. അനദർ നെയിം അറിയില്ലെങ്കിൽ ആ പഠിച്ചല്ല വേസ്റ്റ് ആയിരിക്കും. ശരിയല്ലേ? ഫസ്റ്റ് പേര് മാത്രം പഠിക്കും, അതിൽ എല്ലാം അറിയാം, എല്ലാ കാര്യം അറിയാം. പക്ഷെ അനദർ നെയിം വെച്ച് ചോദിച്ചാൽ ഒരു കുന്ത് പറഞ്ഞുകൂടാ. ശരിയല്ലേ? അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു ചോദ്യം. കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ലാറ്ററൽ പൊസിഷന്റെ മറ്റൊരു പേരെന്താ? സിമ്പിൾ, ഉത്തരം സിമ്പിൾ ആയിരുന്നു. ലാറ്ററൽ പൊസിഷൻ മറ്റൊരു പേരെന്താ? സൈഡ് ലൈൻ പൊസിഷൻ ആണോ? ലാറ്ററൽ പൊസിഷന്റെ മറ്റൊരു പേരെന്താ? സൈഡ് ലൈൻ പൊസിഷൻ. സ്ഥിരമായി ഈ ഒരു പൊസിഷൻ അറിയുന്നുണ്ടോ? സ്ഥിരമായിട്ട് ഈ ഒരു പൊസിഷൻ അറിയുന്നുണ്ടോ? സ്ഥിരമായിട്ട് ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യാൻ സൈഡ് ലൈൻ. ഞാൻ ഇതിന്റെ ആളാണ്. സൈഡ്, ഞാൻ എപ്പോഴും സൈഡ്, ഒരു സൈഡ് മാത്രം. അതും എങ്ങോട്ട്? റൈറ്റ് സൈഡ് മാത്രം. അറിയുണ്ടോ? എപ്പോഴും സൈഡ് പകർന്നാണ്. അറിയാനുണ്ടോ? പറഞ്ഞ് സ്ട്രൈറ്റ് ആയി കിടന്നറിയാമോ? സ്ട്രൈറ്റ് ആയി കിടന്നറിയാമോ? സാർ ആ നോട്ട് എവിടെ? സാർ ഈ നോട്ട് എവിടെ? നിങ്ങളുടെ കഴുത്തി പിടിക്കുമ്പോഴൊക്കെ ഒന്നറിയാമോ? സ്ട്രൈറ്റ് ആയി കിടന്നു കഴിഞ്ഞാൽ എന്തറിയാമോ? സാർ എന്റെ ഫോൺ കംപ്ലീറ്റ് ആയിപ്പോയി, ആ നോട്ട് കിട്ടിയില്ല, ഒന്നുകൂടെ അയച്ചു തരാമോ? ഒന്നുകൂടെ അയച്ചിട്ട് എങ്ങനെയെന്നറിയാമോ? ഒരാളൊന്ന് പിടിച്ചു, രണ്ടാമത്തെ ആളൊന്ന് പിടിക്കാൻ പോകുന്നു, മൂന്നാമത്തെ ആൾ പിടിക്കുമെന്നുള്ളത് സൈഡ് ചെരിഞ്ഞ് കിടക്കും, ഫോൺ സൈലന്റ് ആയിട്ട് കിടക്കും. സാർ ആ നോട്ട് സാർ എന്റെ മിസ്സായിപ്പോയി, കളഞ്ഞുപോയി, ഒന്നുകൂടെ അയക്കാമോ? രാത്രി 1 മണിക്ക് മെസ്സേജ് വരും. സഹിക്കാൻ പറ്റൂടെ? രാത്രി 1 മണിക്ക് മെസ്സേജ് വരും. സഹിക്കാൻ പറ്റുമോ 1 മണിയാകുമ്പോ? എങ്കിലും രാവിലെ 6 മണിക്കകത്ത് അയച്ചു കൊടുക്കാറുണ്ട്. രാവിലെ 6 മണിക്കകത്ത് തന്നെ അയച്ചു കൊടുക്കാറുണ്ട്. ആർക്ക് അനുഭവമുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ കുട്ടികളോ ഹസ്ബൻഡോ നന്നായിട്ട് ഉറങ്ങിയ സമയത്ത് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരൂടെ? നന്നായിട്ട് ഉറങ്ങി വരികയാണ്, രാത്രി 1 മണിയാകുമ്പോൾ വിശക്കുന്നു വീണ്ടും പറയുമ്പോൾ ചാടി എഴുന്നേൽക്കാറുണ്ടോ? എഴുന്നേൽക്കാറുണ്ടോ? ആരെങ്കിലും എഴുന്നേൽക്കാറുണ്ടോ? അമ്മമാരല്ലേ പറഞ്ഞേ, കുറെ അമ്മമാരുണ്ട് പറഞ്ഞു. വിശക്കുമ്പോൾ എഴുന്നേൽക്കാറുണ്ടോ? പറഞ്ഞിട്ടെ. ഉണ്ട്.
അതുപോലെ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേക്കാറുണ്ട്. കാരണം അപ്പോൾ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വാസം എനിക്കുണ്ട്. ഒരാൾ ചോദിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് എന്ന് ഒരു വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ അയച്ചിട്ടുണ്ട്. സൈഡ് ലൈൻ പൊസിഷൻ അല്ലെങ്കിൽ മറ്റു പേരെന്താ, ലാറ്ററൽ. ലാറ്ററൽ എന്ന് പറയുമ്പോൾ, സൈഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രമാണോ? ലാറ്ററൽ പൊസിഷൻ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സൈഡ് ലൈൻ മാത്രമേ ഉള്ളൂ? അല്ല, രണ്ട് സൈഡ് ലൈൻ ഉണ്ടോ? റൈറ്റ് ലാറ്ററലും ഉണ്ട്, ലെഫ്റ്റ് ലാറ്ററലും ഇല്ലേ? ലാറ്ററൽ പൊസിഷൻ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് അല്ല, റൈറ്റ് ലാറ്ററലും ഉണ്ട്, ലെഫ്റ്റ് ലാറ്ററലും ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിൽ, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിൽ ഇത് ഏതെങ്കിലും ഒന്നിൽ പേഷ്യന്റ് റെസ്റ്റ് ചെയ്യുന്ന പൊസിഷനെ പറയുന്ന പേരെന്താ? ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ടിലേതെങ്കിലും ഒന്നിൽ പേഷ്യന്റ് റെസ്റ്റ് ചെയ്യുന്ന പൊസിഷനെ പറയുന്ന പേരെന്താ? ലാറ്ററൽ പൊസിഷൻ അല്ലേ? ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ടിലേതെങ്കിലും ഒരു പൊസിഷനകത്ത് പേഷ്യന്റ് റെസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ എന്താ? സൈഡ് ലൈൻ അല്ലെങ്കിൽ ലാറ്ററൽ പൊസിഷൻ എന്ന് വിളിക്കാം. ഇവിടെ നിങ്ങളുടെ ചോദ്യം വരെ സ്ഥലം എവിടെ ചോദിക്കട്ടെ, ഇവിടെ പേഷ്യന്റ് ഇന്ന് നീസ് എങ്ങനെയാ? പേഷ്യന്റ് ഇന്ന് നീസ് എങ്ങനെയാ? കാലുകൾ എങ്ങനെയാ? കാലുകൾ എങ്ങനെയാ? ഉറങ്ങുമ്പോ എങ്ങനെ ആയിരിക്കും കാല്? ഒന്ന് ആലോചിച്ച്, ഫ്ലെക്സ്ഡ് ആണോ ഓർ എക്സ്റ്റൻഡ് ആണോ? നിങ്ങളുടെ നീസ് ഫ്ലെക്സ്ഡ് ആണോ എക്സ്റ്റെൻഡ് ആണോ? നീസ് ആലോചിക്കുക. റൈറ്റ് സൈഡിൽ കിടന്നാലും ലെഫ്റ്റ് സൈഡിൽ കിടന്നാലും നീസ് ഇങ്ങനെ, റൈറ്റ് സൈഡിൽ കിടന്നാലും ലെഫ്റ്റ് സൈഡിൽ കിടന്നാലും. സാറേ അങ്ങനെയൊന്നും ചോദിക്കരുത്. ഞാൻ ഉറങ്ങുമ്പോ എനിക്ക് എഴുന്നേറ്റ് നോക്കാൻ പറ്റില്ല, അല്ല ശരിയല്ലേ? സാറേ അങ്ങനെ ചോദിക്കരുത്. ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് നോക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ വേറെ ആരെങ്കിലും ഉറങ്ങുന്നത് വേണമെങ്കിൽ നാളെ നോക്കിയിട്ട് പറഞ്ഞു തരാം, അല്ലേ? കൊണ്ട് ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നത് നാളെ വേണമെങ്കിൽ രാത്രി എഴുന്നേറ്റിരുന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കരുത്. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ കാര്യങ്ങൾ അറിയല്ലേ സാറേ, അങ്ങനെ ചോദിക്കരുത്. എന്റെ നീസ് ഫ്ലെക്സ്ഡ് ആണ്. എന്ത് ചോദ്യം, മണ്ടത്തരം സാർ ചോദിക്കുന്നത്. ഞാൻ ഉറങ്ങുമ്പോ എന്റെ നീസ് ഫ്ലെക്സ്ഡ് ആണോ ഞാൻ എഴുന്നേറ്റ് നോക്കാൻ പറ്റും? 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 എന്ത് മണ്ടത്തരല്ലേ സാർ, എന്ത് ചോദ്യം അല്ലേ? ഞാൻ ഉറങ്ങുമ്പോ എന്റെ നീസ് എങ്ങനെയായിരിക്കും? ഫ്ലെക്സ്ഡ് ആണോ എക്സ് പറയാൻ പറ്റൂടെ? പറയാൻ പറ്റുമോ? പറ്റുമോ? സ്വന്തം നീസ് ഫ്ലെക്സ്ഡ് ആണോ പറയാൻ പറ്റുമോ? അത് ഉറങ്ങിയില്ലേ പറഞ്ഞൂടെ? ഉറങ്ങിയില്ലേ പറയാം. ഫ്ലെക്സ്ഡ് ആണോ എക്സ്റ്റൻഡ് ആണോ? ഈ പൊസിഷനകത്ത് നീസ് ഫ്ലെക്സ്ഡ് ആണോ എക്സ്റ്റൻഡ് ആണോ? ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷനകത്ത് നീസ് ഫ്ലെക്സ്ഡ് ആണോ എക്സ്റ്റൻഡ് ആണോ? ഫ്ലെക്സ്ഡ് അല്ലേ? ഫ്ലെക്സ്ഡ് അല്ലേ? അത് റൈറ്റിലായാലും ലെഫ്റ്റിലായാലും കിടക്കുമ്പോൾ എന്തായിരിക്കും? ഫ്ലെക്സ്ഡ് അല്ലേ? ഫ്ലെക്സ്ഡ്, രണ്ട് നീസ് ഫ്ലെക്സ്ഡ് അല്ലേ? അത് എങ്ങോട്ട് ഫ്ലെക്സ്ഡാ? ആ രണ്ട് നീസ് ഫ്ലെക്സ് ചെയ്ത് വെക്കുന്നത് എങ്ങോട്ടാ? അബ്ഡോമനിലോട്ടല്ലേ? നിങ്ങൾ രണ്ട് കാലും ഫ്ലെക്സ് ചെയ്ത് വെക്കുന്നത് എങ്ങോട്ടാ? അബ്ഡോമനിലോട്ടല്ലേ? അല്ലേ? അല്ലേ? അബ്ഡോമനിലോട്ടല്ലേ പറഞ്ഞു. ഇനി പില്ല് അവിടെ വയ്ക്കും. ഈ ഒരു പൊസിഷനില് റൈറ്റ് ലാറ്ററിലും ലെഫ്റ്റ് ലാറ്റർ വെച്ചാലും പില്ല് അവിടെ വയ്ക്കും. പില്ല് അത് കാലിലാണോ കയ്യിലാണോ അത് കഴുത്തിലാണോ ബാക്കിലാണോ നട്ടലിലാണോ എവിടെ വെക്കൂടെ? കാലിലോ കയ്യിലോ കഴുത്തിലോട്ട് വെക്കൂടെ? പില്ലോ അതിന്റെ കയ്യിലാണോ? എവിടെ വെക്കും? ഹെഡിൽ പില്ലോ ഉണ്ടോ? ഹെഡിൽ പില്ലോ ഉണ്ടോ? ഉണ്ട്. ഒന്ന് ഹെഡിൽ പില്ലോ ഉണ്ട്. പിന്നെ എവിടെ ഉണ്ട്? ഹെഡിൽ പില്ലോ ഉണ്ട്. വേറെ ഉണ്ട്? ഇത് കാലിലാണോ? 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 രണ്ട് സൈഡിലും ഉണ്ടോ? இந்த കൈയുടെ രണ്ട് സൈഡിലുമാണോ? അവിടെ இந்த ഹെഡിലും அந்த കൈയുടെ രണ്ട് സൈഡിലുമാണോ? ആലോചിച്ച് നോക്കുക. ആ തലയിലും രണ്ട് സൈഡ് ഭാഗത്തുമാണോ? ആ തലയിലും ആ കൈയുടെ രണ്ട് സൈഡിലുമാണോ ഈ ഒരു പില്ല് വെക്കുന്നത്? ആണല്ലേ? പിന്നെ വേറെ എവിടെ പില്ല് വെക്കാറുണ്ടോ? ആ റൈറ്റും ലെഫ്റ്റും മാറി മാറി കിടക്കുമ്പോൾ താഴെ വേദനിക്കാൻ വേണ്ടി സൈഡിൽ പില്ല് വെക്കാറുണ്ടോ?
റൈറ്റും ലെഫ്റ്റും കിടക്കുന്ന സമയത്ത് മാറി മാറി കിടക്കുന്ന സമയത്ത് ആ രണ്ട് സൈഡിലും പില്ലോ വെച്ച് കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും പേഷ്യന്റ് എപ്പോഴെങ്കിലും റൈറ്റ് കിടന്നാലും ലെഫ്റ്റ് കിടന്നാലും പില്ലോ വെച്ച് കൊടുക്കാറുമായിരിക്കും? ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അപ്പൊ ഇത് ലെഫ്റ്റ് ലാറ്റർ ആയാലും റൈറ്റ് ലാറ്റർ ആയാലും ഇത് നീസ് ഫ്ലെക്സ് അല്ലേ? ഇത് ലെഫ്റ്റ് ലാറ്ററൽ ആയാലും റൈറ്റ് ലാറ്ററൽ ആയാലും ദ നീസ് ഫ്ലെക്സ്ഡ് ആണ്. ഒരു പില്ലോ ഹെഡിന്റെ അടിയിലുണ്ട്. ബോത്ത് സൈഡിലും ചരിഞ്ഞ് വീഴാതിരിക്കും അല്ലേ? ചരിഞ്ഞ് പഠിക്കുമ്പോ ഉറങ്ങി വീഴാതിരിക്കാൻ വേണ്ടി പില്ലോ വെച്ചൂടെ? എടുത്തു വെക്കി. ഇത് ബെഡിൽ കിടന്ന ആൾക്കല്ലേ? ബെഡിൽ ഫോണും വെച്ച് ഹെഡ്സെറ്റും വെച്ച് ഇപ്പൊ കിടക്കുന്ന ആൾക്കാർ റൈറ്റ് സൈഡിൽ പില്ലോ വെച്ച് ആ ഹെഡിൽ ഇത് ബെഡിൽ കിടന്ന് പഠിക്കുന്ന ആൾക്കാരല്ലേ? ബെഡിൽ ഇപ്പൊ കിടന്ന് പഠിക്കുന്ന ആൾക്കാർ റൈറ്റ് സൈഡ് ഒരിക്കലും പഠിക്കുമ്പോൾ ഇത് ബെഡിൽ കിടന്ന് പഠിക്കരുത്. കേൾക്കുന്നുണ്ടോ? പഠിക്കുമ്പോൾ എന്ത് ബെഡിൽ കിടന്ന് പഠിക്കരുത്. ഒരു ചെയർ ഇട്ട് ഒന്നുമില്ലാത്തിടത്തിരുന്ന് പഠിക്കുകയുള്ളൂ. അല്ലാതെ കിടന്ന് സൗണ്ട് ഉണ്ടോ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇപ്പൊ കേട്ടിട്ടുണ്ടോ സൗണ്ട്? ഉണ്ടല്ലോ, അതിന്റെ കൈ കിട്ടിയത്. അപ്പൊ ഇത് പില്ല് എവിടെയൊക്കെ ഉണ്ട്? ഹെഡിലും ബോത്ത് സൈഡില് റൈറ്റിലും ലെഫ്റ്റിലും പില്ല് ഉണ്ട്. ആ നീസിൽ വെക്കാറുണ്ടോ? റൈറ്റിലും ലെഫ്റ്റിലും കൈയുടെ അവിടെ പില്ല് വെക്കുമ്പോൾ ആ നീസിന്റെ അവിടെ പില്ല് വെക്കാറുണ്ടോ? ആടെ ചോദ്യം. വെക്കാറുണ്ടോ? ഉണ്ട്. ഇതിനുവേണ്ടിയാ? വെയിറ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? വെയിറ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നീസിനും കൂടെ എന്തായിരുന്നു? കേരള അവനും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ പൊസിഷൻ ആർക്കാണ് കൊടുക്കുന്നത്? റൈറ്റ് ലാറ്ററിലും ലെഫ്റ്റ് ലാറ്ററിലും ഏത് എക്സാമിനേഷൻ ആണോ എന്തെങ്കിലും പ്രൊസീജിയറിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ എനിമ കൊടുക്കുന്ന പൊസിഷൻ ഏതാ? സപ്പോസിറ്ററി കൊടുക്കുന്ന പൊസിഷൻ ഏതാ? എല്ലാവരും എനിമ കൊടുത്തിട്ടുണ്ട്, സപ്പോസ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അത് കൊടുക്കുന്ന പൊസിഷൻ ഇതല്ലേ? ലാറ്ററൽ പൊസിഷൻ അല്ലേ? സപ്പോസിറ്ററിയും എനിമയും കൊടുക്കുന്ന പൊസിഷൻ എന്താ? ലാറ്ററൽ പൊസിഷൻ അല്ലേ? ആണോ? ലാറ്ററൽ ആണോ? ലെഫ്റ്റ് ആണോ? ആണോ? യെസ് ആണ്. അതിന് മാത്രമാണോ? ആൻഡ് റെക്ടൽ എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ടോ? സപ്പോസിറ്ററിയും എനിമയും കൊടുക്കാൻ വേണ്ടി ഈ പൊസിഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെക്ടൽ എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. റെക്ടൽ ടെമ്പറേച്ചർ നോക്കാൻ യൂസ് ചെയ്യാറുണ്ട്. മറക്കരുത്, സപ്പോസിറ്ററീസും എനിവാസും പോലെ തന്നെ റെക്ടൽ എക്സാമിനേഷനും റെക്ടൽ ടെമ്പറേച്ചർ നോക്കാനും ഈ ഒരു പൊസിഷൻ നോക്കാറുണ്ട്. എങ്കിൽ പറഞ്ഞേ, ദ റെക്ടൽ ടെമ്പറേച്ചർ, ദ റെക്ടൽ എക്സാമിനേഷൻ സപ്പോസിറ്ററിയും എനിമയും കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? ചോദ്യം സ്ഥലമാണ്. റെക്ടൽ എക്സാമിനേഷൻ, റെക്ടൽ ടെമ്പറേച്ചർ, സപ്പോസിറ്ററി ഇൻസേർട്ട് ചെയ്യാനും എനിമ കൊടുക്കാൻ വരുന്നു ലാറ്ററൽ പൊസിഷൻ. ലാറ്ററൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് പൊസിഷൻ അല്ലേ? കോമൺ ആയിട്ട് യൂസ് ചെയ്ത പൊസിഷൻ ഇത് ശരിയല്ലേ? നമ്മളിത് കോമൺ ആയിട്ട് യൂസ് ചെയ്യല്ലേ? റൈറ്റും ലെഫ്റ്റ് ആണോ? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ അല്ലേ?
എത്ര പഠിച്ചു മൊത്തം? ടോട്ടൽ എത്ര പൊസിഷൻ പഠിച്ചു? ടോട്ടൽ എത്ര പൊസിഷൻ പഠിച്ചു? ടോട്ടൽ എത്ര പൊസിഷൻ പഠിച്ചു? ടോട്ടൽ മൊത്തം എത്ര പൊസിഷൻ പഠിച്ചു? എന്ന് കൊണ്ട് പൊസിഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്ന് കംപ്ലീറ്റ് ചെയ്യണം. എത്ര പഠിച്ചോടെ? 5 അല്ലേ? 5 പഠിച്ചോ? 5 പഠിച്ചു. 66. The since position. The since position അല്ലെങ്കിൽ the left lateral the prone position. The since position അല്ലെങ്കിൽ the left lateral the prone position വിളിക്കാം. എപ്പോൾ സിംസ് കേൾക്കാറുണ്ട് അല്ലെ? സിംസ് കേൾക്കാം. പക്ഷെ ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ അതറിയോ ആർക്കെങ്കിലും പേര്? സിംസ് പൊസിഷൻ കേൾക്കാറുണ്ട്. പക്ഷെ ദ ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ, ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ കേട്ടിട്ടില്ല. സിംസ് കേൾക്കാറുണ്ട് അല്ലേ? സിംസ് പക്ഷെ ചോദിക്കാറുണ്ട്. ചോദിച്ചത് ഇത് എയിംസ് എക്സാമിന് ഒരു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയുള്ള എക്സാംസിൽ കേരള PSC എക്സാമിൽ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് പൊസിഷൻസിൽ ഈ ഒരു ചോദ്യം വരുന്ന സ്ഥലം എവിടെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ്, ഒരു പൊസിഷനാണ് ഈ സിംസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സിംസ് പൊസിഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. വേറെ പേരെന്താ? സിംസ് പൊസിഷന്റെ മറ്റൊരു പേരെന്താ? ദ ലെഫ്റ്റ് ലാറ്ററൽ. അത്രയും ഓർമ്മ വയ്ക്കും. പക്ഷെ പ്രോൺ വായിൽ നിന്ന് വരില്ല, മനസ്സിൽ നിന്ന് വരില്ല. ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ വിളിക്കുന്ന ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ എന്ന് വിളിക്കുന്ന ആരെയാ? സിംസ് പൊസിഷനെയാണ്. സിംസ് പൊസിഷൻ എപ്പോഴും ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ വിളിക്കാം. തൊട്ടു മുമ്പേ ലെഫ്റ്റും റൈറ്റും പഠിച്ച ഓർമ്മയുണ്ടോ? പക്ഷെ വ്യത്യസ്തമായിട്ടൊരു പേര് വന്നു, ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ. സിംസിനെ വിളിക്കുന്ന മറ്റൊരു പേര്. എന്ത് സംബന്ധ? പേഷ്യൻ എങ്ങനെയാ? ലെഫ്റ്റ് ലാറ്ററലിനെ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരണം. പേഷ്യന്റ് എങ്ങോട്ടാ കിടക്കുന്നത്? ദ ലെഫ്റ്റ് ലാറ്ററൽ പ്രോൺ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് എങ്ങോട്ട് കിടക്കുന്നത്? പേരിൽ തന്നെയുണ്ട്. ലെഫ്റ്റ് ലാറ്ററൽ പ്രോൺ പൊസിഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് എങ്ങോട്ട് കിടക്കും? ആ ഒരു പിക്ചർ കണ്ടറിയാം. ഒരു പെൺകുട്ടി ചരിഞ്ഞു കിടക്കുന്നില്ലേ? പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ കിട്ടുന്നില്ല. കാണുന്നുണ്ടോ? പേഷ്യന്റ് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു പകുതി സൈഡിലോട്ട് കിടക്കുന്നുണ്ടോടെ? ഒരു പകുതി മാത്രം, ഒരു പകുതി. കാണുന്നുണ്ടോ? കാണുന്നുണ്ടായിരിക്കില്ലേ? ഞാൻ മാത്രമാണോ കാണുന്നത്? ആദ്യം സിനിമ പറയാറുണ്ടല്ലോ, ഏതോ സിനിമ പറയും ഞാൻ മാത്രമാണ് കണ്ടത്. സിനിമയുടെ ഞാൻ മാത്രമാണ് കണ്ടത്. ഏതോ സിനിമയുടെ അവസാനം ക്ലൈമാക്സ് പറയാറുണ്ട് ഞാൻ മാത്രമാണ് കണ്ടത്. ഏതാണ്? എന്താണ് പറഞ്ഞ എക്സാമ്പിൾ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഞാൻ മാത്രമാണ് കാണുന്നത്. എക്സാമിന് ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ നാലേക്ക് കണ്ടിട്ടില്ല. അവിടെ ആരെങ്കിലും കണ്ടിട്ടില്ല, കേട്ടിരുന്നില്ല, മിണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മിണ്ടുന്നില്ല. സൈക്യാട്രി വാക്ക് പറയുന്ന ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, മിണ്ടുന്നില്ല. ആരായിരിക്കും സൈക്യാട്രി പറയുന്ന വാക്കെന്താ? പറയാറുണ്ട്. ആലോചിച്ചോ കേട്ടോ. അറിയാൻ പറഞ്ഞാലും ആലോചിച്ചു. സൈക്യാട്രി ഒന്നും മിണ്ടുന്നില്ല. അവിടുന്ന് സോ സിംസിനകത്ത് ലെഫ്റ്റ് നീ ആണോ ഓർ റൈറ്റ് നീ ആണോ ആ തൈയുടെ മുകളിലോട്ടുള്ള? നോക്കിയടെ, സിംസ് പൊസിഷനകത്ത് ആ ഒരു പിക്ചറിനകത്ത് ലെഫ്റ്റ് നീ ആണോ റൈറ്റ് നീ ആണോ ആ ഒരു തൈയുടെ മുകളിലോട്ട് വരുന്നത്? റൈറ്റ് നീ ആണോ ലെഫ്റ്റ് നീ ആണോ? പിക്ചർ നോക്കും. പറഞ്ഞേ, ലെഫ്റ്റ് ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് ആണോ? റൈറ്റ് കേട്ടോ. റൈറ്റ് അല്ലേ? റൈറ്റ് അല്ലേ? റൈറ്റ് കേട്ടോ. റൈറ്റ് നീ അല്ലേ? റൈറ്റ് നീ ആണ് തൈ എഴുതണം കേട്ടോ.
ദ റൈറ്റ് നീ ആണ് ദ തൈയുടെ അടുത്ത് വരുന്നത് കേട്ടോ, മറക്കരുതേ. ദ റൈറ്റ് നീ ദ തൈയുടെ മുകളിലോട്ട് പൊങ്ങാറില്ലേ? റൈറ്റ് നീ കിടക്കുന്ന പൊസിഷൻ വെച്ച് ദ റൈറ്റ് നീ ദ തൈയുടെ മുകളിലോട്ട് പൊങ്ങി വരാറുണ്ടോ? കിടക്കുന്ന പൊസിഷൻ വെച്ച് ദ റൈറ്റ് നീ ആ ഒരു തൈയുടെ മുകളിലോട്ട് പൊങ്ങി വരും. റൈറ്റ് നീ ആണ് എപ്പോഴും തൈയുടെ മുകളിലോട്ട് പൊങ്ങി വരുന്നത്. ആ ലെഫ്റ്റ് ആം എങ്ങനെയാ? ലെഫ്റ്റ് ആം എങ്ങനെയാ? ആ കൈ പിക്ചറിൽ ഇത് ബാക്കിലോട്ട് എടുക്കുന്നുണ്ടോ? ആ കൈ പിക്ചറിൽ ഇത് ബാക്കിലോട്ട് എടുക്കുന്നുണ്ടോ? ദ ലെഫ്റ്റ് ആം ദ ബാക്ക് സൈഡിലോട്ട് എടുക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ദ ലെഫ്റ്റ് ആം ദ ബാക്ക് സൈഡിലോട്ട് ചേർന്ന് വരുന്നുണ്ടോ? ലെഫ്റ്റ് ആം ബാക്ക് സൈഡിലോട്ട് ചേർന്ന് വരുന്നുണ്ടോ? ആൻഡ് റൈറ്റ് ആം തൊട്ട് മുകളിലോട്ട് പോകുന്നുണ്ടോ? റൈറ്റ് ആം ആ ഫേസിന്റെ അങ്ങോട്ട് മുകളിലോട്ട് പോയി കിടക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇന്ന് കിടന്നോ കേട്ടോ. ഇന്ന് എല്ലാവരും സിംസ് പൊസിഷൻ കിടന്നു നോക്കാം കേട്ടോ. സിംസ് പൊസിഷൻ കിടന്നു നോക്കാം. മനസ്സിലാ? എങ്ങനെയാ? ഇത് റൈറ്റ് നീ എവിടെയാ? ആ ഒരു തൈയുടെ മുകളിലോട്ടല്ലേ? റൈറ്റ് നീ ആ ഒരു തൈയുടെ മുകളിലോട്ടും ആൻഡ് ലെഫ്റ്റ് ആം എവിടെയാ? ലെഫ്റ്റ് ആം എവിടെയാ? ബാക്ക് സൈഡിലോട്ടും ചേർന്ന് വരുന്നുണ്ട്. ആൻഡ് റൈറ്റ് ആം എങ്ങോട്ടാ? റൈറ്റ് ആം അത് മുകളിലോട്ടല്ലേ? റൈറ്റ് ആം മുകളിലോട്ടല്ലേ? അല്ലേ? ശരിയല്ലേ? അവരുടെ നീയും ആ റൈറ്റ് സൈഡിലെ കാലും അത് മുകളിലോട്ട് പൊക്കി ഇടുന്നുണ്ടോ? ഇവിടെ വരുന്നുണ്ടോ? അവരുടെ നീയും കൈയും മുകളിലോട്ട് പൊക്കി ഇടുന്നുണ്ടോ? ഇത് റൈറ്റ് നീയും ആ ഒരു കൈയും മുകളിലോട്ട് പൊങ്ങി ഇടുന്നുണ്ടോ? ദ റൈറ്റ് നീയും കൈയും മുകളിലോട്ട് പൊങ്ങി വിടുന്നുണ്ടോ? ആ ദ ലെഫ്റ്റ് ഹാൻഡ് ബാക്ക് സൈഡിലോട്ട് ഇടുന്നുണ്ടോ? ഇവിടെ പില്ലോ എവിടെ വയ്ക്കും? ഇവിടെ ദ പില്ലോ എവിടെ വയ്ക്കും? ഇവിടെ ദ പില്ലോ എവിടെ വയ്ക്കും? ഇവിടെ ദ പില്ലോ എവിടെ വയ്ക്കും? ഒന്ന് ഹെഡിന്റെ അണ്ടറിലുണ്ടോ? ഒന്ന് ഹെഡിന്റെ അണ്ടറിലുണ്ടല്ലേ? ദ പില്ലോ ഒന്ന് ഹെഡിന്റെ അണ്ടറിലുണ്ട്. സെക്കൻഡ് പില്ലോ എവിടെ വയ്ക്കും? ഇൻ ദ തൈയുടെ അണ്ടറല്ലേ? ഒന്ന് ഹെഡിന്റെ അണ്ടറിലും സെക്കൻഡ് പില്ലോ എവിടെ വയ്ക്കും? ദ തൈയുടെ അണ്ടറിലും ഒക്കെ കേട്ടോ. ഇവിടെ ഒന്ന് ഹെഡിന്റെ അണ്ടറിലും സെക്കൻഡ് പില്ലോ എവിടെയാ? ദ തൈയുടെ അണ്ടറിലുമായിട്ടാണ് ദ പില്ലോസ് എപ്പോഴും ഇവിടെ പ്ലേസ് ചെയ്തത്. മറക്കരുത്. മിക്കവാറും എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വന്ന് കിടക്കുന്ന പോസ്റ്റ് ഇതാണ്. നിങ്ങളെല്ലാവരും നിങ്ങൾ എപ്പോഴെങ്കിലും ജോലി കഴിഞ്ഞ് തളർന്ന് വന്ന് ഈ ഒരു പൊസിഷൻ കിടന്നിട്ടുണ്ടോ? ജോലി കഴിഞ്ഞ് തളർന്ന് വന്ന് എപ്പോഴെങ്കിലും കിടന്നിട്ടുണ്ടോ? കൊണ്ടുവിടാൻ ജോലി കഴിഞ്ഞ് തളർന്നു വന്ന് ഇങ്ങനെ സാർ അത് മാത്രം പറയരുത്. ജോലിക്ക് ഞാൻ പോവാറില്ല. ഞാൻ പോകുന്നെങ്കിൽ സർക്കാർ ജോലിക്ക് മാത്രമേ പോവുള്ളൂ. ആരെങ്കിലും ഉണ്ടോ? ഒന്നും അറിയില്ലല്ലോ. പോണം പോണം. പോവോ? ജോലിക്ക് പോവും. ജോലിക്ക് പോയിട്ടിരിക്കോ? ജോലിക്ക് പോയിരിക്കും ആർക്കുണ്ട് വീട്ടിനകത്ത്? ഈ ഗ്രൂപ്പിനകത്ത് ഇതുവരെ ജോലിക്ക് പോകാത്തിറങ്ങിയുണ്ടോ? കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് ജോലിക്ക് പോകാത്തിറങ്ങിയുണ്ടോ? ഉണ്ടോ? ഇത് കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് ജോലിക്ക് പോകാത്തിറങ്ങിയുണ്ടോ? ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ജോലിക്ക് പോകാത്തതിന്റെ വിഷമം അറിയാമോ? ജോലിക്ക് പോകാൻ പറ്റാത്തതിന്റെ വിഷമം നിങ്ങൾക്ക് അറിയാമല്ലോ. ജോലിക്ക് പോകാൻ പറ്റാത്തതിന്റെ വിഷമം അറിയാലോ കുഞ്ഞെ. അറിയാലോ അറിയാലോ അറിയാം. പറയുന്നില്ല. ചോദിക്കട്ടെ, സിംസ് പൊസിഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യും? അവിടെ ചോദ്യം വരുന്നത്. സിംസ് പൊസിഷൻ എവിടെ യൂസ് ചെയ്യും? നമ്മൾ എന്ത് എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി സിംസ് യൂസ് ചെയ്തത്? സിംസ് പൊസിഷൻ എന്ത് എക്സാം ചെയ്യുക? സിംസ് പൊസിഷൻ എന്ത് എക്സാം യൂസ് ചെയ്യും? ചോദ്യം വരും. ചോദ്യം വരും. എന്താ അവിടെ നിങ്ങൾ എന്താണ് ഒരു കൺഫ്യൂഷൻ വരും. ഈ പൊസിഷൻ ഇതിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യാറുണ്ടോ? വജൈനൽ എക്സാമിനേഷന് വേണ്ടി സിംസ് പൊസിഷൻ യൂസ് ചെയ്യാറുണ്ടോ? വജൈനൽ എക്സാമിനേഷന് വേണ്ടിയും റെക്ടൽ എക്സാമിനേഷന് വേണ്ടിയും സിംസ് പൊസിഷൻ യൂസ് ചെയ്യാറുണ്ടോ?
ഉണ്ട്. വജൈനൽ എക്സാമിനേഷനും റെക്ടൽ എക്സാമിനേഷനും സിൻസ് പൊസിഷൻ യൂസ് ചെയ്യും. തൊട്ട് മുൻപേ വജൈനൽ എക്സാമിനേഷനും റെക്ടലും പറഞ്ഞ വേറെ പൊസിഷൻ ഏതാ? തൊട്ട് മുൻപായിട്ട് വജൈനൽ എക്സാമിനേഷനും റെക്ടൽ എക്സാമിനേഷനും വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ വേറെ എന്തോ എന്ന് പറഞ്ഞോ? ഏത് പറഞ്ഞു? ഏതെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും പറഞ്ഞോ? ആലോചിച്ചോക്കെ. ഏത് പറഞ്ഞില്ലേ? ഏത് പറഞ്ഞു? ആൻസർ നോക്കട്ടെ, പറഞ്ഞു. സെമി ഡോർസൽ യൂസ് ചെയ്യാറുണ്ടോ? സെമി ഡോർസൽ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്ക്. ഉണ്ടോ അവിടെ? അതോ ഇത് ലെഫ്റ്റ് ലാറ്ററലാണോ? ഏതാ? പറഞ്ഞേ. ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷനിലെ ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ യൂസ് ചെയ്യാറുണ്ടോ? ലെഫ്റ്റ് ലാറ്ററൽ ദ പ്രോൺ പൊസിഷൻ യൂസ് ചെയ്യാറില്ല. മറക്കരുത്, ചോദ്യം മാറി ചോദിക്കാം. സോ ഇവിടെ വജൈനൽ എക്സാമിനേഷനും റെക്ടൽ എക്സാമിനേഷനും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് എനിമ യൂസ് ചെയ്യാറുണ്ടോ? ഈ ഒരു പൊസിഷൻ ഇത് എനിമ കൊടുക്കാൻ യൂസ് ചെയ്യാറുണ്ടോ? ഈ ഒരു പൊസിഷൻ എനിമ കൊടുക്കാൻ യൂസ് ചെയ്യാറില്ലേ? സോ ദ സിൻസ് പൊസിഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് എനിമയ്ക്കും യൂസ് ചെയ്യാറുണ്ട്. കാര്യം മറക്കരുത്, ചോദിച്ചു എഴുതണം. എത്ര എണ്ണം പഠിച്ചു? എക്സാമിന് എപ്പോഴും ഈ പറഞ്ഞ റൈറ്റ് ലാറ്ററലും ലെഫ്റ്റ് ലാറ്ററലും ചോദിക്കാം. മറക്ക ചോദ്യം കേട്ടോ. 6 പഠിച്ചു. ഏഴാമത്തെ ആരാ? The next one is 7th one is Fowler position. Fowler. 7th one is the Fowler position. എന്തൊക്കെ അറിയാം? The Fowler's position കുറിച്ച് എന്തൊക്കെ അറിയാം? ഏഴാമത്തെ പേരാണ് Fowler's position. എന്തൊക്കെ അറിയാം? എന്തറിയാം? നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കോമൺ ആയിട്ടുള്ള ഒരു പൊസിഷൻ അത്. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഫൗളർ. ആണോടെ? ആണല്ലേ? ഇത് കണ്ടിട്ടേ ഇത് സിറ്റിംഗ് എന്ന് പറയാൻ പറ്റും? ഫൗളർ പൊസിഷൻ കണ്ടിട്ട് സിറ്റിംഗ് എന്ന് പറയാൻ പറ്റും? അല്ല, സിറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സെമി സിറ്റിംഗ് ആണോ? ഒരു സെമി സിറ്റിംഗ് ആണോ? സെമി സിറ്റിംഗ് പൊസിഷൻ ആണോ? ഫൗളർ എന്ന് പറയുമ്പോൾ ഒരു സെമി സിറ്റിംഗ് പോസ്റ്റ് ആണോ? അവിടെ ഇത് ബെഡിന്റെ എൻഡ് മാത്രമാണോ എലിവേറ്റ് ചെയ്തിരിക്കുന്നത്? അവിടെ ഇത് ബെഡിന്റെ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ബെഡിന്റെ എൻഡ് മാത്രമാണോ എലിവേറ്റഡ്? അങ്ങനെയുള്ള പൊസിഷനെ പറയുന്ന പേരെന്താ? ഒരു സെമി സിറ്റിംഗ് പൊസിഷനാണ്. ആ ഹെഡിന്റെ എൻഡ് മാത്രം എലിവേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള പൊസിഷൻ എന്താ? ഫൗളർ അല്ലേ? പക്ഷെ ചോദ്യം ഇതാണ്, എത്ര ഡിഗ്രിയാണ് വ്യത്യാസമുള്ളത്? ചോദ്യം ഫൗളർസ് പൊസിഷന്റെ ഡിഗ്രിയാണ് ചോദ്യം വരുന്നത്. ആ ഹെഡിന്റെ എലിവേറ്റ് ചെയ്യുന്ന ഡിഗ്രി എത്രയാണ്? ഡിഗ്രി. അവിടെ ചോദ്യം ഫൗളർ പൊസിഷന്റെ ആ ഒരു ഹെഡിന്റെ എലിവേറ്റ് ചെയ്യുന്ന ഡിഗ്രിയാണ് ചോദ്യം. അത് പറഞ്ഞ മുമ്പേ പില്ല് യൂസ് ചെയ്യാറുണ്ടോ? പില്ല് യൂസ് ചെയ്യാറുണ്ടോ? ഫൗളർ പൊസിഷന്റെ പില്ല് യൂസ് ചെയ്യാറുണ്ടോ? ഫൗളർ പൊസിഷൻ പില്ല് യൂസ് ചെയ്യാറുണ്ട്. അതറിയാം. പണ്ട് ഫൗളർ പഠിക്കുമ്പോൾ എത്ര പഠിക്കും? പണ്ട് കാലത്ത് 2, 3, 4 വർഷം മുമ്പേ ഫൗളർ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രിയല്ലേ മനസ്സിൽ വരുന്നത്? ശരിയല്ലേ? 2, 3, 4 വർഷം മുമ്പേ ഫൗളർ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രിയല്ലേ മനസ്സിൽ ഓടി വരുന്ന പേര്, ഡിഗ്രി ആണോ? ഫൗളർ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി എന്ന് എക്സാക്ട് ആയിട്ട് ചോദിച്ചാൽ 40നും 60 ഡിഗ്രിക്കും ഇടയിലാണ് വരുന്നത്. ഫൗളർ പൊസിഷൻ എത്ര ഡിഗ്രി എന്ന് ചോദിച്ചാൽ 40നും 60 ഡിഗ്രിക്കും ഇടയിൽ എപ്പോഴും ഫൗളർ
വരുന്നത്. മറക്കരുത്, ഫൗളർ പൊസിഷൻ എന്ന് പറയുമ്പോൾ 40-നും 60-നും ഇടയിൽ ഒരു കാരണമുണ്ട്. കാരണമുണ്ട്. എന്തായിരിക്കും? ഒരു റീസൺ ഉണ്ട്. ഫൗളർ ഒരു ടൈപ്പേ ഉള്ളൂ. അല്ല, ഫൗളറിനകത്ത് കുറച്ച് ടൈപ്സ് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അത് പഠിക്കുമ്പോൾ എക്സാക്ട് ആയിട്ട് നിങ്ങൾ പറഞ്ഞ വാല്യൂസ് പറയും. പക്ഷെ നോർമലി ദ ഫൗളർ പൊസിഷൻ എത്രയെന്ന് ചോദിച്ചാൽ 40-നും 60 ഇടയിലാണ്. നോർമലി ഫൗളർ ചോദിച്ചാൽ 40-നും 60 ഇടയിലാണ്. ഇവിടെ പില്ലോ യൂസ് ചെയ്യുന്നുണ്ടോ? അതും ചോദിക്കാം. ഫൗളർ പില്ലോ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, പില്ലോ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ബട്ടക്സിന്റെ അടിയിൽ വെക്കാറുണ്ടോ? ഇവിടെ ആൻഡ് ബട്ടക്സിന്റെ അടിയിൽ ഇത് എയർ കുഷൻ വെക്കാറുണ്ടോ? ബട്ടക്സിന്റെ അടിയിൽ എയർ കുഷനും വെക്കാറുണ്ട് അല്ലേ? ആൻഡ് ബാക്ക് റെസ്റ്റ് വെക്കാറുണ്ടോ? പിക്ചറിൽ കാണാം, ഫൗളറിനകത്ത് ബാക്ക് റെസ്റ്റ് വെക്കാറുണ്ട്. ബാക്ക് റെസ്റ്റ് ഉണ്ട്, ബാക്ക് റെസ്റ്റും വെക്കാറില്ലേ? ബാക്കിൽ ബാക്ക് റെസ്റ്റും വെക്കാറുണ്ട്. ഇതേ ഫൗളർ പൊസിഷൻ 40-നും 60 ഇടയിൽ പെടുന്നു പറയുമ്പോൾ ഫൗളർ പൊസിഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? എത്ര ടൈപ്സ് ഓഫ് ഫൗളർ പൊസിഷൻ ഉണ്ട്? 3 അല്ലേ? നോക്കാം, ഓരോ ടൈപ്സ് നോക്കാം. ചോദ്യം വരും. 3 ടൈപ്സ് ഓഫ് ഫൗളർ പൊസിഷൻ ഉണ്ട്. ഫസ്റ്റ് വരുന്ന ഫൗളർ പൊസിഷൻ ആണ് ദ ഹൈ ഫൗളർ പൊസിഷൻ. ഫസ്റ്റ് വരുന്ന ടൈപ്പ് ആണ് ദ ഹൈ ഫൗളർ പൊസിഷൻ. അല്ലെങ്കിൽ ഇവന് മറ്റൊരു പേരുണ്ട്. എന്താ? ദ ഹൈ ഫൗളർ പൊസിഷന് വേറെ പേരുണ്ട്. ദ കാർഡിയക് പൊസിഷൻ വിളിക്കാറുണ്ടോ? ദ കാർഡിയക് പൊസിഷൻ വിളിക്കാറുണ്ട്. ചോദ്യം കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമായിരുന്നു. ദ ഹൈ ഫൗളർ പൊസിഷന്റെ മറ്റൊരു പേരെന്താ? ദ ഹൈ ഫൗളർ പൊസിഷന്റെ മറ്റൊരു പേരെന്താ? കാർഡിയക് പൊസിഷൻ. ഞാൻ കണ്ടു ഇന്നലെ യൂട്യൂബിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. ആര് കമന്റ് ചെയ്തു? വേണ്ടോടെ എങ്ങനെ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും? ആരുടെ ഇത്? എനിക്ക് മനസ്സിലായി, പിന്നെ പറയുന്നില്ല അല്ലേ? എനിക്ക് മനസ്സിലായി, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും, ഒരിക്കൽ പറഞ്ഞാൽ മതി. ആയതുകൊണ്ട് അങ്ങനെ സാർ എനിക്ക് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവും, വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ മനസ്സിലാക്കിപ്പിക്കരുത്. ഇന്നലെ വന്നു കേട്ടോ, അങ്ങനെ ഇന്നലെ വന്നു. ഒരു കാര്യം ഇതിനാ വീണ്ടും വീണ്ടും പറയുന്നത്. അവസാനം പറഞ്ഞു തരാം. ഹൈ ഫൗളർ മറ്റേ പേരെന്താ? വീണ്ടും വീണ്ടും പറയാം. ഹൈ ഫൗളർ മറ്റേ പേരെന്താ? സ്പോട്ടിൽ പഠിച്ചു പോകാൻ വേണ്ടിയാണ്. ഹൈ ഫൗളറിന്റെ മറ്റൊരു പേരെന്താ? കാർഡിയക് അല്ലെ? ഹൈ ഫൗളറിന്റെ മറ്റൊരു പേര് കാർഡിയക് പൊസിഷൻ. ഇവിടുത്തെ ചോദ്യം ഇതാണ്, എത്ര ഡിഗ്രിയാണ് ഹൈ ഫൗളറിലുള്ള പൊസിഷൻ? പേഷ്യന്റ് സ്ട്രെയിറ്റ് ആയിരിക്കോ? പേഷ്യന്റ് കിടക്കുന്ന കിടപ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുത്തിയാൽ എന്ത് പൊസിഷൻ? സ്ട്രെയിറ്റ് ആയിരിക്കും. ഹെഡ് എൻഡ് 90 വരെ പൊക്കി പിടിക്കുന്നതാണോ? ഹെഡ് എൻഡ് 90 വരെ എലിവേറ്റ് ചെയ്യുന്നതാണോ? ഹെഡ് എൻഡ് 90 വരെ എലിവേറ്റ് പൊസിഷൻ ഹൈ ഫൗളർ അല്ലേ? കാർഡിയാക് എന്ന് പറയാൻ കാരണം എന്താ? ആ കൈകൾ വെക്കാൻ വേണ്ടി കാർഡിയാക് ടേബിൾ കൊടുക്കാറുണ്ടോ? ഹെഡ് എൻഡ് 90 എലിവേറ്റ് ചെയ്ത് വെച്ച ശേഷം ആ കൈകൾ വെക്കാൻ വേണ്ടി കാർഡിയാക് ടേബിൾ കൊടുക്കാറുണ്ടോ? ഉണ്ടോ? അവിടെ ആംസ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ആ 2 കൈകളും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാർഡിയാക് ടേബിൾ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഉണ്ടോ? കൊടുക്കാറുണ്ട്. ചോദ്യം വരും, ഹൈ ഫൗളറിന്റെ ഡിഗ്രി എത്രയാ? ഹൈ ഫൗളറിൽ ഹെഡ് എൻഡ് എലിവേറ്റ് ചെയ്യുന്ന ഡിഗ്രി നമ്മുടെ എക്സാമിൽ ചോദിക്കും. പക്ഷെ എക്സാം കൺഫ്യൂഷൻ ആയി പോലെ 60 ആണോ സാർ, 45 ആണോ, 30 ആണോ, 90 ആണോ? എനിക്ക് ഒന്നും ഓർമ്മ വരുന്നത്. ആർക്കറിയാം എപ്പോഴെങ്കിലും? സാറേ ഹൈ ഫൗളർ 40 ആണോ, 45 ആണോ, 30 ആയിരിക്കും, 60 ആയിരിക്കും, 90 ആവും? പക്ഷെ 90 ആവാനുള്ള സാധ്യത കാണൂല. 90 ആയിരിക്കും. 40 എഴുതാം, 45 എഴുതിയേക്കും. അതാകുമ്പോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 30 ആവാൻ സാധ്യതയില്ല. 45 എഴുതി വെക്കാം. പക്ഷെ ഉത്തരം എന്താ?
ഹെഡിന്റെ ഹൈ ഫോൾഡറിനകത്ത് എത്ര ഡിഗ്രി എലിവേഷൻ? 90 ഡിഗ്രി, 90 ഡിഗ്രി. 90 ഡിഗ്രി. മറക്കോ? 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 60ആണോ 30ആണോ 45ആണോ 90ആണോ? 60ആണോ 30ആണോ 45ആണോ 90ആണോ ഹൈ ഫോൾഡർ? 90 ഡിഗ്രി ഹെഡ് ആൻഡ് എലിവേഷൻ ഉണ്ട്. സോ ഹൈ ഫോൾഡർ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആരാ? ദ മീഡിയം ഫോൾഡർ. കേൾക്കാത്ത പേരാണ്. ദ ഹൈ ഫോൾഡർ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പൊസിഷൻ ഏതാ? ദ മീഡിയം ഫോൾഡർ പൊസിഷൻ. മീഡിയം മീഡിയം മീഡിയം. എന്താണ് മീഡിയം? ആദ്യം ഓക്കെ, ആദ്യം കൂടെ ഫോൾഡർ എന്ന് പറയുമ്പോൾ 40ന് 60 പറഞ്ഞല്ലേ? അന്ന് ഹൈ ഫോൾഡർ എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞു? 90 ഡിഗ്രി പറഞ്ഞു. മീഡിയം എന്ന് പറയുമ്പോൾ 45നും 60നും ഇടയിലാണോ? മീഡിയം ഫോൾഡർ എന്ന് പറയുമ്പോൾ 45നും 60നും ഇടയിലാണോ? അല്ലേ? അത് മാത്രം ഓർമ്മിക്കുക. ദ മീഡിയം ഫോൾഡർ പൊസിഷൻ, അത് വേറെ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. പക്ഷെ എത്ര ഡിഗ്രി ആണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ദ മീഡിയം ഫോൾഡർ ആണെങ്കിൽ 45നും 60 ഡിഗ്രിക്കും ഇടയിലാണ്. ചോദ്യം വരും, 90 ഡിഗ്രി ഉള്ള ഫോൾഡർ പൊസിഷൻ ഏതാ? 90 ഡിഗ്രി എലിവേറ്റ് ചെയ്യുന്ന ഫോൾഡർ പൊസിഷൻ ഏതാ? 90 ഡിഗ്രി എലിവേറ്റ് ചെയ്യുന്ന ഫോൾഡർ പൊസിഷൻ ഏതാ? ഹൈ, മീഡിയം, ലോ? ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ? ഹൈ. 90 ഡിഗ്രി ആണ് ഹൈ. 45 to 60 ആണെങ്കിലോ? 45 മുതൽ 60 ആണെങ്കിൽ മീഡിയം ഫോൾഡർ. ശേഷം വേറെ ഫോൾഡർ ഉണ്ടോ? വേറെ ഫോൾഡർ ഉണ്ടോ? മീഡിയം കഴിഞ്ഞാൽ ലോ ഫോൾഡർ ഉണ്ടല്ലേ? ലോ ഫോൾഡർ അല്ലെങ്കിൽ സെമി ഫോൾഡർ. ലോ ഫോൾഡർ അല്ലെങ്കിൽ സെമി ഫോൾഡർ പൊസിഷൻ വിളിക്കാം. ലോ ഫോൾഡർ അല്ലെങ്കിൽ സെമി ഫോൾഡർ പൊസിഷൻ വിളിക്കാം. എത്ര ഡിഗ്രി ആയിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? അത് മാത്രം പഠിക്കുക. ഒരു 15 തൊട്ട് 45 അല്ലേ? ഒരു 15 തൊട്ട് 45 വരെയാണെങ്കിൽ ലോ ഫോൾഡർ. ഉത്തരം പഠിക്കുമ്പോൾ ഇതിന്റെ ഓർഡർ തിരിച്ചു പഠിക്കണം. ടൈപ്സ് ഓഫ് ഫോൾഡർ പഠിക്കുമ്പോൾ ഇത് ഓർഡർ എപ്പോഴും ലോ ഫസ്റ്റ് പഠിക്കുക. ടൈപ്സ് ഓഫ് ഫോൾഡർ പഠിക്കുമ്പോൾ ലോ ഫസ്റ്റ് പഠിക്കുക. ലോ ഫോൾഡർ അല്ലെങ്കിൽ സെമി ഫോൾഡറിന്റെ എത്ര ഡിഗ്രി? 45 ആണോ? സ്റ്റാർട്ടിങ് എത്ര? ഒരു 15 തൊട്ട് 45 അല്ലേ? 15 തൊട്ട് 45 വരെ ആണെങ്കിൽ ലോ ഫോൾഡർ അല്ലേ? 15 തൊട്ട് 45 വരെ ആണെങ്കിൽ ലോ ഫോൾഡർ. ഇത് മീഡിയം ആണെങ്കിലോ? 45 തൊട്ട് 60 വരെയാണെങ്കിൽ മീഡിയം. ആൻഡ് ഹൈ എത്രയാ? 90 ഡിഗ്രി ആണെങ്കിൽ ഹൈ. പഠിച്ചൂടെ? 15 തൊട്ട് 45 ആണെങ്കിൽ ലോ. 45 തൊട്ട് 60 വരെ ആണെങ്കിൽ മീഡിയം ഫോൾഡർ. 90 ഡിഗ്രി ആണെങ്കിൽ ഹൈ. കിട്ടിയോ? 3 കിട്ടിയോ? 3 കിട്ടിയോ? ഈ പറഞ്ഞേ ഒരു 90 ഡിഗ്രി ഹെഡിന്റെ എലിവേറ്റ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഫോൾഡർ ഏതാ? 90 ഡിഗ്രി ഹെഡിന്റെ എലിവേറ്റ് ചെയ്യുന്ന താഴെ പറയുന്നവൽ ഏത് ഫോൾഡറാണ്? 90 ഡിഗ്രി എലിവേറ്റ് ചെയ്യുന്ന താഴെ പറയുന്ന ഫോൾഡർ ഏതാണ്? ഹൈ ഫോൾഡർ. ഒരു 45 to 60% ഡിഗ്രി ഏതാ? ഹെഡിന്റെ 45 തൊട്ട് 60 വരെ എലിവേറ്റ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഫോൾഡർ ഏതാ? മീഡിയം ഫോൾഡർ. ഹെഡിന്റെ 15 മുതൽ 45 ഡിഗ്രി എലിവേറ്റ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഫോൾഡർ ഏതാ? ലോ ഫോൾഡർ. എന്താ യൂസ് എന്തൊക്കെയാ? ഇങ്ങനെ പൊക്കിയും താഴ്ത്തിയും വെച്ചിട്ട് എന്ത് യൂസ് ഉണ്ടോ? ഇങ്ങനെ പൊക്കിയും താഴ്ത്തിയും വെച്ചിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ആർക്കാണ് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്? എപ്പോഴും ആർക്കാ? നല്ല ഡിസ്പ്ലേ ഉള്ള ആൾക്കാണോ? പ്രധാനമായിട്ട് ഫോൾഡർ പൊസിഷൻ എപ്പോഴും യൂസ് ആർക്കാ? ദ ഡിസ്നിയ, ദ ബ്രീത്തിങ് പ്രശ്നമുള്ള ആൾക്കാണോ? ആണോ? നല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആൾക്ക് ഡിഫിക്കൽട്ടി അത് റിലീവ് കൊടുക്കാറില്ലേ? ശ്വാസം മുട്ടൽ നിന്നും റിലീഫ് കിട്ടാൻ കൊടുക്കാറില്ലേ? ശ്വാസം മുട്ടലിൽ നിന്നും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ഫോൾഡർ പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെ ആർക്ക് യൂസ് ചെയ്യും? വേറെ ഒരാൾക്കുണ്ട്. പക്ഷെ എക്സാം പെട്ടെന്ന് കിട്ടില്ല.
The drainage, thoracic abdominal ക്യാവിറ്റിയിലും ഒരു ഇത് ഡ്രൈൻ ഇട്ട് കഴിഞ്ഞാൽ യൂസ് ചെയ്യാറുണ്ടോ? thoracic ക്യാവിറ്റിയിലും അബ്ഡോമൽ ക്യാവിറ്റിയിലും ഇത് ഡ്രൈനേജ് ഉണ്ട്, യൂസ് ചെയ്യാറുണ്ടോ? The പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റിന് the ഡ്രെയിൻ നോർമൽ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൊസിഷൻ ഏതാ? ചോദ്യം വരും. പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റ് ചോദ്യം വരും. പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റിന് the ഡ്രൈൻസ് നോർമൽ ആയിട്ട് പോകാൻ വേണ്ടിയതാ സെമി ഫോൾഡർ അല്ലേ? സെമി ഫോൾഡർ അല്ലേ? സെമി ഫോൾഡർ അല്ലേ? പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിന് ഡ്രൈൻസ് നോർമൽ ആയിട്ട് പോകാൻ വേണ്ടി കൊടുക്കുന്ന പൊസിഷൻ ഏതാ? സെമി ഫോൾഡർ. പിന്നെ ആർക്ക് ദ കാർഡിയക് ഫംഗ്ഷനും ദ റെസ്പിറേറ്ററി ഫംഗ്ഷനും അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? നല്ല റെസ്പിറേറ്ററി പ്രശ്നമുള്ള ആൾക്കാർക്കും ദ കാർഡിയക് പ്രശ്നമുള്ള ആൾക്കാർക്കും ആ ഫങ്ഷൻസ് നോർമലി കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ടോ? എന്തുകൊണ്ടാണ് കാർഡിയാക് പേഷ്യന്റിനും ലങ്സിന്റെ പ്രശ്നമുള്ള ആൾക്ക് എന്തുകൊണ്ടാ ഫോർവേഡ് കൊടുക്കാറുണ്ട്? ഫോർവേഡ് കൊടുക്കാറ് കാരണം എന്താ? റീസൺ ലങ്ങിന്റെ എക്സ്പാൻഷന് വേണ്ടിയാണോ? റീസൺ ബിഹേവ് എന്താ? കാർഡിയാക് പേഷ്യന്റിനും റെസ്പിറേറ്ററി പേഷ്യന്റിനും എപ്പോഴും ഫോർവേഡ് പോസിഷൻ കൊടുക്കാറ് എന്താ? ലങ്സിന്റെ എക്സ്പാൻഷന് വേണ്ടിയല്ലേ? ആ ഒരു പോസിഷൻ കൊടുത്ത ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, അതിന് എപ്പോഴും കൊടുക്കാറുണ്ട്. വേറെ യൂസ് ഉണ്ടോ? വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഡിസ്നെ പറഞ്ഞു, ഡ്രൈനേജ് പറഞ്ഞു, തൊറാക്സിക്കിലും അബ്ഡോമിനൽ ക്യാവിറ്റിയിലുള്ള ഡ്രൈൻ പറഞ്ഞു, കാർഡിയക് പറഞ്ഞു, റെസ്പിറേറ്ററി കാര്യം പറഞ്ഞു. വേറെ ഒക്കെ ഉണ്ടോ? സെമി ഫോൾഡർ വേറെ ഓരോ കൊടുക്കാറുണ്ട്. അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യന്റ് കൊടുക്കാറുണ്ടോ? അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യന്റ് സ്യൂച്ചർ ഉണ്ട്. അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ് സ്യൂച്ചർ ഓർമ്മിക്കണം, ചോദ്യം വരും. അബ്ഡോമിനൽ സർജറി പേഷ്യന്റ് എപ്പോഴും പ്രശ്നം എന്താ? അബ്ഡോമിനൽ സർജറി കഴിഞ്ഞു വരുന്ന പേഷ്യന്റ് കൊടുക്കുന്ന പൊസിഷൻ ചോദിക്കും. സെമി ഫോൾഡർ ആട്ടോ, സെമി ഫോർവേഡ് കൊടുക്കണം. മറക്കരുത്, ചോദ്യം വന്നാൽ എഴുതണം. ഇത്രയും കിട്ടിയോ? ഇത്രയും പഠിച്ചോ? 7 പഠിച്ചോ? ഇതിന്റെ എല്ലാം ഷോർട്ട് പോയിന്റ്സ് ഇല്ലേ? ഓരോ ക്ലാസ് കഴിഞ്ഞ ശേഷം ഷോർട്ട് പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് പോയിന്റ്സ് അല്ലേ? ഷോർട്ട് പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിന്റെ കൂടെ പഠിക്കുള്ളൂ. ഇത് പഠിച്ചിട്ടേ അത് വായിക്കാവൂ. ഓക്കെ, ഇത് പഠിച്ചിട്ടേ അത് വായിക്കാവൂ. അത് പഠിച്ചോണ്ട് പോകരുത്. അത് മാത്രം പഠിച്ചോണ്ട് പോകരുത്. ഇത് പഠിച്ചിട്ട് ജസ്റ്റ് ഒരു എന്താ വായിക്കാൻ സ്പീഡിൽ വായിക്കാൻ വേണ്ടി മാത്രം അത് യൂസ് ചെയ്യുക. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലിത്തോട്ടമി ക്വസ്റ്റ്യൻ. ലിത്തോട്ടമി വേറെ പേരുണ്ടോ? 8ാമത് എന്ന ആളാണ് ലിത്തോട്ടമി. വേറെ പേരുണ്ടോ? ഡോർസോ സാക്രൽ പൊസിഷൻ. ഇങ്ങോട്ടോ ലിത്തോട്ടമി വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഡോർസോ സാക്രൽ പൊസിഷൻ എന്ന് വിളിക്കാറുണ്ട്. പേരുണ്ടോ? മറ്റൊരു പേര് ഡോർസോ സാക്രൽ ഇല്ലല്ലോ. ഡോർസോ സാക്രൽ കേട്ടില്ലല്ലോ. ഓർമ്മിക്കുക, ചോദിക്കാം. ലിത്തോട്ടമി പൊസിഷൻ മറ്റൊരു പേരെന്താ? ഡോർസോ സാക്രൽ പൊസിഷൻ വിളിക്കാം. എന്താണ് ലിത്തോട്ടമി? എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും? കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? പറയാ. കാണുന്നുണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. ആർക്ക് എങ്ങനെ സമൂഹനെ എങ്ങനെ ഈ പൊസിഷൻ എങ്ങനെയാണ് ഈ പൊസിഷൻ? വേറെ പേരുണ്ടോ? എവിടെയാ യൂസ് ചെയ്യുന്നത്? 3 ചോദ്യം തന്നെ ഫസ്റ്റ് വരും. ഇവന്റെ മറ്റൊരു പേരെന്താ? ലിത്തോട്ടമി പൊസിഷൻ മറ്റൊരു പേരെന്താ? പറഞ്ഞു തന്നു. ഡോർസോ സാക്രൽ പൊസിഷൻ അല്ലേ? ഡോർസോ സാക്രൽ പൊസിഷൻ വിളിക്കാം. ഇനി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ പൊസിഷൻ പഠിക്കണം. ഏറ്റവും കൂടുതലായിട്ട് ലിത്തോട്ടമി പൊസിഷൻ ഇവിടെ ഗൈനക്കോളജി സംഭവങ്ങളല്ലേ? ഗൈനക്കോളജിക്കൽ കേസസിലാണോ? ഗൈനക്കോളജിക്കൽ കേസസിലാണോ? ആണ്. ആണോ? ആണ്. ഇനി കാര്യം, പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് ആണോ?
പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് കിടക്കുകയാണോ? ആണ്. ആ തൈസ് ഫ്ലെക്സ്ഡ് ആണോ? ഇത് അബ്ഡോമനിലോട്ട് ദ തൈസ് ഫ്ലെക്സ്ഡ് ആണോ? അബ്ഡോമനിലോട്ട് വെച്ച് ദ തൈസ് ഫ്ലെക്സ്ഡ് ആണോ? അബ്ഡോമനിലോട്ട് വെച്ച് ദ തൈസും ലെഗ്സും ഫ്ലെക്സ്ഡ് ആണോ? അബ്ഡോമനിലോട്ട് വെച്ച് ദ തൈസും ലെഗ്സും ഫ്ലെക്സ്ഡ് ആണ്. സപ്പോർട്ട് വിത്ത് നീ കൊണ്ട് സപ്പോർട്ടിങ് ഇല്ല ഇവിടെ? സപ്പോർട്ട് ഉണ്ട് ഇവിടെ? ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്. ഉണ്ട് ഇവിടെ സപ്പോർട്ട് ഇല്ലേ? ഉണ്ട്, ഉണ്ട്. ആ ആ പിക്ചറിനകത്ത് പേഷ്യന്റിന്റെ ബട്ടക്സ് എവിടെ ഇരിക്കുന്നത്? പേഷ്യന്റ് ബട്ടക്സ് ഇൻ ദ എക്സാമിനേഷൻ ടേബിളിന്റെ എൻഡ് ഭാഗത്താണോ? പേഷ്യന്റ് ബട്ടക്സ് എക്സാമിനേഷൻ ടേബിളിന്റെ എൻഡ് ഭാഗത്താണോ? ചോദിക്കും ഇത് ബട്ടക്സ് എവിടെ? ഇത് എഡ്ജ് ഓഫ് ടേബിളിലെ ടേബിളിന്റെ എഡ്ജ് അല്ലേ? എക്സാമിനേഷൻ ടേബിളിന് ഇത് എഡ്ജ് ആയിട്ട് എപ്പോഴും പേഷ്യന്റ് ബട്ടക്സ് വരുന്നത്. അങ്ങനെയുള്ള പോസിഷനെ ഇത് ലിത്തോട്ടമി പോസ് വിളിക്കാം. എന്തൊക്കെയാണ് യൂസസ് ചോദിക്കാറുണ്ട്. ഇന്ന് യൂറിനറി സർജറി യൂസ് ചെയ്യാറുണ്ടോ? ഇത് ജെനറ്റോ യൂസ് സർജറീസ്, ദ ജെനറ്റോ യൂറിനറി സർജറീസ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ദ ഹിസ്റ്ററക്ടമി. കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്, കണ്ടിട്ടുണ്ടായിരിക്കും. ദ ഹിസ്റ്ററക്ടമിക്ക് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാം ചോദ്യം. ദ ഹിസ്റ്ററക്ടമിക്ക് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? 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 ദ ഹിസ്റ്ററക്ടമി സർജറിക്ക് യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ഹിസ്റ്ററക്ടമിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? ഇറ്റ് ഈസ് ഏതാ? 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 ലിത്തോട്ടമി. 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 മറക്കരുത്, മറക്കരുത്. അതിന് മാത്രമാണോ? ഇന്ന് ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻ യൂസ് ചെയ്യാറില്ലേ? ഇന്ന് ഗൈനക്കോളജി ബന്ധപ്പെട്ട എല്ലാ എക്സാമിനേഷൻ യൂസ് ചെയ്യാറില്ലേ? ഹിസ്റ്ററക്ടമി എന്ന് പറയുമ്പോൾ ഗൈനക്കോളജി ബന്ധപ്പെട്ട എല്ലാ എക്സാമിനേഷനും യൂസ് ചെയ്യാറുണ്ട്. അത് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇത് യൂറിത്രയുടെ എക്സാമിനേഷന് വേണ്ടി ഇത് രക്തത്തിന്റെയും അത് ബ്ലാഡറിന്റെയും എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ടോ? റെക്ടം, ബ്ലാഡർ ആൻഡ് യൂറിത്രയുടെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റിനും വേണ്ടി എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇത് ലേബറിന് യൂസ് ചെയ്യാറുണ്ട്. ലേബർ, അവിടെ ചോദ്യമുണ്ട്. ലേബറിന് ലിത്തോട്ടമി യൂസ് ചെയ്യാറുണ്ട്. ലേബറിന് ഉണ്ട്. ലേബർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണോ, സെക്കൻഡ് സ്റ്റേജ് ആണോ, തേർഡ് സ്റ്റേജ്? അവിടെയും ചോദ്യം ചോദിക്കാം. ലേബർ എന്ന് പറയുമ്പോൾ എപ്പോഴും സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിലാണ് ലിത്തോട്ടമി പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ലേബർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ എപ്പോഴും ലിത്തോട്ടമി പോസ്റ്റ് യൂസ് ചെയ്ത് മറക്കരുത്. ചോദിക്കാം. ലേബറിനകത്ത് തന്നെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ എപ്പോഴും ലിത്തോട്ടമി പൊസിഷൻ യൂസ് ചെയ്യുന്നത്. 8 പൊസിഷൻ കിട്ടിയോ? 8 കിട്ടിയോ? 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 സമയത്രേ? സമയത്രേ? എന്റെ ഫോൺ ഓഫാ. സമയത്രേ? എന്റെ ഫോൺ ഓഫ്. സമയത്രേ? 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 ടൈം എത്ര? 10:47. 10 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? ഒരു 10 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? 10 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? 10:48. ഒരു 10 മിനിറ്റ് ബ്രേക്ക് തരട്ടെ? ഒരു 12 ബ്രേക്ക് തരട്ടെ? ഒരു 11 ബ്രേക്ക് ശേഷം ബാക്കിയുള്ള പൊസിഷൻ പറയട്ടെ? പറഞ്ഞു തരട്ടെ? ഓക്കെ, ഒരു 10 മിനിറ്റ് ബ്രേക്ക് തരട്ടെ കുഞ്ഞുങ്ങളെ? 10 മിനിറ്റ് ബാക്കി 9 തൊട്ട് ബാക്കി പഠിക്കാം. ഇന്നുകൊണ്ട് ഇപ്പൊ പൊസിഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് ഒരു ക്ലാസ് കൊണ്ട് തന്നെ പൊസിഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഒരു ക്ലാസ് കൊണ്ട് തന്നെ പൊസിഷൻ ഫുള്ള് പഠിക്കണം. ഓക്കെ, ഓക്കെ. പോയിട്ട് വെള്ളം കുടിച്ചിട്ട് ഓടി വരിക. 11 PM.
സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ക്വസ്റ്റ്യൻ പഠിച്ചപ്പോ ഈ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ഉപയോഗിക്കുമെന്നും തീവ്ര റെക്ടം ബ്ലാഡറിനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിച്ചിട്ടുണ്ടോ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിന് ഉപയോഗിക്കുന്ന പൊസിഷൻ എന്താണ് പഠിച്ചിട്ടുണ്ടോ? എക്സാക്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ബുക്കിനകത്ത് എക്സാക്ട് ആയിട്ട് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതെന്ന് പഠിച്ചിട്ടുണ്ടോ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിനകത്ത് ലേബർ പഠിക്കും, പക്ഷെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിനകത്ത് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഇത് ലേബർ എന്ന് മാത്രം അറിയാം അല്ലെ? ആ ഒരു ടേം അറിയാം, ലേബർ എന്ന് മാത്രം അറിയാം, ലേബർ എന്നറിയാം. പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഒന്നും അറിയില്ല. സത്യല്ലേ? ശരിയല്ലേ? ചോദ്യം ഒന്ന് എഴുതുമല്ലോ, ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ യൂസ് ചെയ്യുന്ന ദ പൊസിഷന്റെ പേരെന്താ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേര് ചോദിച്ച് എഴുതുമല്ലോ. എഴുതുമോ? സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേര് എഴുതൂടെ പറയണേ, എഴുതൂടെ? ലിത്തോട്ടമിയാണോ? ഏതാ 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 ഇത്? ലിത്തോട്ടമിയാണോ? പക്ഷേ വീണ്ടും പഠിക്കേണ്ട പേര് മറ്റൊരു പേരെന്താ? ഒരു ബന്ധവുമില്ല ഓർമ്മിക്കും. ലിത്തോട്ടമി ഓർമ്മയുണ്ട്, പക്ഷെ വേറെ പേരുണ്ടോ? ലിത്തോട്ടമിക്ക് വേറെ പേരുണ്ടോ? ദ ഡോർസോ സാക്കറിലുണ്ടോടെ? ദ ഡോർസാക്കർ എക്സാക്ട് ആയിട്ട് ചോദ്യം കൂടെ പറഞ്ഞുതരാം. എപ്പോഴും ദ DME പോലുള്ള എക്സാമിന് അനദർ നെയിം വെച്ച് എക്സാമിന് ചോദിക്കാറുള്ളൂ. നിങ്ങൾ മറന്നു പോകുന്ന പേരല്ലേ? സത്യം പറയും. ഒരു 1-2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഡോർസോ സാക്കൽ ഓർമ്മിക്കും. 2-3 മാസം കഴിഞ്ഞാൽ ഇത് ഡോർസോ സാക്കൽ ഓർമ്മിക്കും ഇല്ല. പക്ഷെ ഇത് ലിത്തോട്ടമി അറിയാം, ഇത് ലിത്തോട്ടമി ഓർമ്മിക്കും. അത് സ്ഥിരം കേൾക്കുന്ന വാക്ക് അറിയല്ലേ? സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കായത് കൊണ്ട് തന്നെ ഇത് ലിത്തോട്ടമി ഓർമ്മ നിൽക്കും. പക്ഷെ ഡോർസോ സാക്കലിലോ പഠിപ്പിച്ചില്ല എന്ന് മാത്രം പറയരുത്, മറക്കരുത്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ യൂസ് ചെയ്യുന്ന താഴെ പറയുന്ന പോസ്റ്റ് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ദ ഡോർസോ സാക്കൽ, ദ ഡോർസോ റെക്കമെൻഡ്. ഏതായിരിക്കും? ദ ഡോർസോ സാക്കറിലാണോ ഓർ ദ ഡോർസോ റെക്കമെൻഡ് പൊസിഷൻ ആണോ? ഡോർസോ സാക്കർ, ദ ഡോർസോ റെക്കമെൻഡ് പൊസിഷൻ ഏതായിരിക്കും? സാക്കറല്ലേ? 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 அந்த യുറത്രയുടെയും റക്തത്തിന്റെയും ബ്ലാഡറിന്റെയും ഡയഗ്നോസ് ചെയ്ത് ഉപയോഗിക്കാം. യുറത്രയുടെയും രക്തത്തിന്റെയും ബ്ലാഡറിന്റെയും ഡയഗ്നോസ്റ്റിക് മെഷർമെന്റിന് വേണ്ടി എന്ത് യൂസ് ചെയ്യാം? യുറത്രയുടെയും ബ്ലാഡറിന്റെയും രക്തത്തിന്റെയും ഡയഗ്നോസ് വേണ്ടിയും ലിത്തോട്ടമി യൂസ് ചെയ്തൂടെ? 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 ചെയ്യാം, ചെയ്യാം, ചോദിക്കും കേട്ടോ. അത് ഒന്നാമത്തെയാണ് ദ നീ ചെസ്റ്റ്. ദ നീ ചെസ്റ്റ്, ദ നീ ചെസ്റ്റ്. ഇവിടെ ഉണ്ട് മറ്റൊരു പേര്, ഇവിടെ ഉണ്ട് മറ്റൊരു പേര്. എന്ത് പേരുന്നുണ്ട്? ജനു പെക്ടോർ പൊസിഷൻ അല്ലെ? ദ നീ ചെസ്റ്റിന്റെ, ദ നീ ചെസ്റ്റ് പൊസിഷന്റെ മറ്റൊരു പേരോട് ഓർമ്മിക്കുക. ഫസ്റ്റ് തന്നെ പറയുകയാണ് ദ ജനു പെക്ടോറൽ പൊസിഷൻ. എവിടെയെങ്കിലും ജനു എന്ന വാക്ക് കേട്ടോ? എവിടെയെങ്കിലും ഇത് ജനു മസ്കുലോ സ്കെലിനകത്ത് ജനുവാരം, ജനുവാൽഗം കേട്ടുണ്ടോ? ഉണ്ടോ? പഠിക്കും. ഉണ്ടോ? റെക്കോർഡിങ്സിനകത്ത് നോക്കിയാൽ അറിയാം. റെക്കോർഡിങ്സ് നോക്കിയാൽ അറിയാം. ഉണ്ട് അല്ലേ? അപ്പോ നീ ചെസ്റ്റിന്റെ മറ്റൊരു പേരെന്താ? ജനു പെക്ടോറൽ പൊസിഷൻ എന്ന് വിളിക്കാം. എക്സാമിന് ചോദിക്കുന്ന കഴിഞ്ഞൊരു 3 എക്സാമിന് കണ്ടിന്യൂസ് ചോദ്യമായിരുന്നു ദ നീ ചെസ്റ്റ്. കഴിഞ്ഞൊരു 3 എക്സാമിന് സ്ഥിരമായിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, ദ നീ ചെസ്റ്റ് പൊസിഷൻ ഉണ്ടായിരുന്നു. ചോദ്യം ഉറപ്പായും വരും. ദ നീ ചെസ്റ്റ് പൊസിഷന്റെ മറ്റൊരു പേര് എന്താണെന്നാണ് ആദ്യം വരുന്ന ചോദ്യം. എന്തായിരിക്കും? ദ ജനു പെക്ടോറൽ. പെക്ടോറൽ, പെക്ടോറൽ. ഓർമ്മിക്കോ? 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 ഓർമ്മിക്കോ?
പിക്ചർ കാണാമോ? പിക്ചർ കാണാമോ? നിങ്ങളുടെ ഇതിന്റെ 2 ഫിംഗർ ഉപയോഗിച്ച് സൂം ചെയ്ത് നോക്കിയേ. 2 വിരൽ വെച്ച് സ്ക്രീനിൽ തൊട്ട് സൂം ചെയ്ത് നോക്കിയേ. 2 വിരൽ വെച്ച് സ്ക്രീനിൽ തൊട്ട് സൂം ചെയ്ത് നോക്കിയേ. കാണാവിടെ ഇവിടെ പേഷ്യന്റ് നിൽക്കുന്നത് എന്തിലാടേ? ഇതിന്റെ മുട്ടിലാണോ? പൊസിഷൻ വരുന്നത് ഇതിന്റെ മുട്ടിലാണോ? കാൽമുട്ടിലാണോ? ഇതിന്റെ നീ ചെസ്റ്റ് പൊസിഷനകത്ത് പേഷ്യന്റ് പൊസിഷൻ ആക്ച്വലി വരുന്നത് എവിടെയാ? മുട്ടിലാണോ? പ്രഷർ പോയിന്റ് എവിടെയാ? അതാ ചോദ്യം. ഈ ഒരു പൊസിഷനിലെ നീ ചെസ്റ്റ് പൊസിഷനകത്ത് പ്രഷർ പോയിന്റ് വരുന്നത് എവിടെയാ? പ്രഷർ പോയിന്റ് എവിടെ നിന്നാണ് ചോദ്യം? കാൽമുട്ടിലല്ലേ? കാൽമുട്ടിലല്ലേ നീ ചെസ്റ്റ് പൊസിഷനകത്ത് പ്രഷർ പോയിന്റ് വരുന്ന ആരായിരിക്കും? പ്രഷർ പോയിന്റോ? അങ്ങനെ ഒന്ന് കേട്ടല്ലോ. ഫുൾ പ്രഷർ എവിടെയാ? ഫുൾ എവിടെ പ്രഷർ? നീലല്ലേ? നീലല്ലേ? കാലല്ലേ? 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 ആഴ്ച പറ. കാലല്ലേ? കാലല്ലേ? മുട്ടിലല്ലേ? മുട്ടിലല്ലേ? ആണ്. ആൻഡ് തൈസ് എങ്ങനെയാ? ആൻഡ് തൈസ് എങ്ങനെ? സ്ട്രൈറ്റ് ആണോ? ആ ഒരു പിക്ചർ നോക്കി അറിയാം. തൈസ് സ്ട്രൈറ്റ് ആണോ? പ്രഷർ മൊത്തം മുട്ടിലും, ആ ഒരു പ്രഷർ മൊത്തം മുട്ടിലും തൈസ് സ്ട്രൈറ്റ് ആണോ? തൈസ് സ്ട്രൈറ്റ് ആണോ? ആണോ? പ്രഷർ മൊത്തം മുട്ടിലാണ്. പ്രഷർ ഫുള്ള് മുട്ടിലും, തൈസ് സ്ട്രൈറ്റ് ആണോ? പ്രഷർ മൊത്തം മുട്ടിലാണ്. നോക്കിയാടേ, പ്രഷർ മൊത്തം മുട്ടിലും തൈസ് സ്ട്രൈറ്റുമാണ്. ആൻഡ് ഹെഡും ചെസ്റ്റും എവിടെയാ? പ്രഷർ മൊത്തം മുട്ടിലും തൈസ് സ്ട്രൈറ്റും ഹെഡും ചെസ്റ്റും റെസ്റ്റിംഗ് ഓൺ ദ ബെഡ് ആണോ? ആ പിക്ചർ സൂം ചെയ്ത് നോക്കിയേ. 2 ഫിംഗർ ഉപയോഗിച്ച് സ്ക്രീനിൽ തൊട്ട് സൂം നോക്കിയേ. ഹെഡും ചെസ്റ്റും റെസ്റ്റിംഗ് ഓൺ ദ ബെഡ് ആണോ? ബെഡിൽ ഹെഡും ചെസ്റ്റും റെസ്റ്റിംഗ് ആണ്. ഹെഡിൽ ബെഡിൽ ഹെഡും ചെസ്റ്റും റെസ്റ്റിംഗിലും നീസ് സ്ട്രൈറ്റ് ആണോടെ? ആണോടെ? അങ്ങനെയാണോ? ആണോ? ആണോ? പേഷ്യന്റ് മുട്ടിലല്ലേ? പേഷ്യന്റ് മുട്ടിലാണ് നിൽക്കുന്നത്. പേഷ്യന്റ് മുട്ടിലാണെങ്കിൽ പ്രഷർ പോയിന്റ് മുട്ടിൽ വരും അല്ലേ? ആൻഡ് തൈസ് സ്ട്രൈറ്റ് ആണ്. തൈസ് സ്ട്രൈറ്റ് ആണ്. ഹെഡും ചെസ്റ്റും ബെഡിലോട്ടാണ് ഇരിക്കുന്ന പൊസിഷൻ ഏതാ? നീ ചെസ്റ്റ് പൊസിഷൻ അല്ലേ? നീ ചെസ്റ്റ് പൊസിഷൻ വിളിക്കാം. ഇവിടെ ചോദ്യം വരുന്നത് നീ ചെസ്റ്റ് പൊസിഷനകത്ത് പ്രഷർ പോയിന്റ് വരുന്ന സ്ഥലം എവിടെയാ? നീ ചെസ്റ്റ് പൊസിഷനകത്ത് പ്രഷർ പോയിന്റ് എവിടെ കൊണ്ടുവരുന്നത്? ചെസ്റ്റ് ആണോ? ഹെഡ് ആണോ? നീസ് ആണോ? തൈസ് ആണോ? അതാണ് ചോദ്യം. ഇവിടെ പ്രഷർ പോയിന്റ് വരുന്നത് ബോഡിയുടെ പ്രഷർ പോയിന്റ് എന്ന് പറഞ്ഞാലേ, പ്രഷർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വരുന്ന സ്ഥലം എവിടെയാ? പ്രഷർ പോയിന്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അല്ലേ? പ്രഷർ പോയിന്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അല്ലേ? അപ്പൊ ഇവിടെ നീ ചെസ്റ്റിനകത്ത് ബോഡിയുടെ കൂടുതൽ വെയിറ്റ് വരുന്ന എവിടെയാ? നീസിലല്ലേ? ഇവിടെ നീ ചെസ്റ്റ് പൊസിഷനകത്ത് ബോഡിയുടെ പ്രഷർ പോയിന്റ് കൂടുതൽ വരിക എന്ന് പറയുമ്പോൾ ബോഡിയുടെ കൂടുതൽ പ്രഷർ നീസിനകത്തല്ലേ? നീസിലാണ്. ആ ഹെഡും ചെസ്റ്റും എല്ലാം പില്ലുകൾ റെസ്റ്റിംഗ് അല്ലേ? റെസ്റ്റിംഗ് അല്ലേ? 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 ഹെഡ് പില്ലിയുടെ മുകളിൽ വെക്കുക അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആ, കിട്ടിയോ? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഇനി എന്താ പ്രത്യേകത? ഇനി എന്താണ് പ്രത്യേകത? എന്താ ഈ പൊസിഷൻ പ്രത്യേകത? എന്താ കാണുന്നുണ്ടോ? ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഹെഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പില്ലോ വെക്കാറുണ്ടോ? ഈ ഒരു പിക്ചറിനകത്ത് ഹെഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പില്ലോ ഉണ്ടോ? പില്ലോ ഉണ്ടോ? ഹെഡ് പില്ലോ റെസ്റ്റ് ചെയ്യല്ലേ? ഹെഡ് പില്ലോ റെസ്റ്റ് ചെയ്യാണ്. ശരിയല്ലേ? ഹെഡ് ചെസ്റ്റ് ഉണ്ടോ? അവിടെ ചെസ്റ്റ് ഉണ്ടോ? ചെസ്റ്റ് റെസ്റ്റ് ചെയ്തുണ്ടോ? ഉണ്ട്. ചെസ്റ്റും റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തൈസ് സ്ട്രൈറ്റ് അല്ലേ? ഈ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം. തൈസ് സ്ട്രൈറ്റ് അല്ലേ? തൈസ് സ്ട്രൈറ്റ് അല്ലേ? കാണുന്നുണ്ടോ? നമ്മൾ എവിടെ യൂസ് ചെയ്യും?
നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടറിയാം. ഈ ഒരു പിക്ചർ കണ്ടാലേ അറിയാം നമ്മൾ എവിടെ യൂസ് ചെയ്യും. റെക്ടൽ എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ടോ? ഈ ഒരു പിക്ചർ കണ്ടാലേ അറിയാം ഇത് എവിടെ യൂസ് ചെയ്യും. വജൈനയുടെയും റെക്ടലിന്റെയും എക്സാമിനേഷൻ യൂസ് ചെയ്യൂടെ. എക്സാമിനേഷൻ ഓഫ് ദ വജൈന ആൻഡ് റെക്ടത്തിന്റെയും യൂസ് ചെയ്യൂടെ. പക്ഷെ എക്സാമിൽ ചോദ്യം വെച്ചാൽ അവിടെയല്ല. ഇത് ഓർമ്മ. പക്ഷെ എക്സാമിൽ ചോദ്യം വരുന്നത് നമ്മൾ വേറെ എവിടെ യൂസ് ചെയ്യാറുണ്ടോ? സിഗ്മോയ്ഡ് കോളന്റെ എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ടോ? സിഗ്മോയ്ഡ് കോളൻ എന്ന് പറയുമ്പോൾ സിഗ്മോഡോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സിഗ്മോഡോസ്കോപ്പി സിഗ്മോൺ കോളൻ എക്സാമിനേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഉണ്ടോ? സിഗ്മോയ്ഡ് കോളന്റെ എക്സാമിനേഷൻ സിഗ്മോഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി. ഇത് പലർക്കും അറിയില്ലായിരുന്നു. കഴിഞ്ഞ പല എക്സാമിനും സിഗ്മോഡോസ്കോപ്പി വെക്കുമ്പോൾ ഒന്ന് ആലോചിക്കില്ലേ, സിഗ്മോഡോസ്കോപ്പി പല സ്കോപ്പ് കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് സിഗ്മോഡോസ്കോപ്പി കിട്ടുന്നില്ല. അതിന് പൊസിഷൻ ഉണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ ആലോചിക്കില്ലേ, ഇത് പഠിച്ചില്ലെങ്കിൽ ആലോചിക്കില്ലേ. സിഗ്മോഡോസ്കോപ്പിക്ക് പൊസിഷൻ ഫോൾഡർ ആണോ, സെമി ഫോൾഡർ ആണോ, അത് പ്രോൺ ആണോ, സിറ്റിംഗ് ആയിരിക്കും, ചിലപ്പോ ആയിരിക്കും. എന്ത് പ്രശ്നം? സിഗ്മോഡോസ്കോപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷന്റെ പേരെന്താ? ഇത് ഒന്നും പെടാത്താര നീ ചെസ്റ്റ്. ഫൗഡറും അല്ല, പ്രോണും അല്ല, സെമി ഫൗഡറും അല്ല. നീ ചെസ്റ്റ് പൊസിഷൻ എപ്പോഴും സിഗ്മോഡോസ്കോപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് മറക്കരുത്, ചോദിക്കും. മാത്രമല്ല രക്തത്തിന്റെയും വജയുടെയും എക്സാമിനേഷൻ മിക്കവാറും പഠിച്ച പലതും റക്തത്തിന് എക്സ്ട്രാ യൂസ് ചെയ്യണല്ലേ ഉണ്ട്. അതുപോലെ ഇത് സിഗ്മോഡ് കോളല്ലേ, സിഗ്മോഡ് കോളൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ അധികം ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചില്ലല്ലോ, അധികം ഒരു ടെക്സ്റ്റ് ബുക്ക് ഇതില്ല. പക്ഷെ പഠിക്കുക, ചോദ്യം എക്സാമിന് ഇപ്പൊ ലേറ്റസ്റ്റ് പാറ്റേൺസ് ചോദിക്കാറുണ്ട്. മാത്രമല്ല വേറെ യൂസ് ചെയ്യാറുണ്ടോ? ദ നീ ചെസ്റ്റ് വേറെ എവിടേക്ക് യൂസ് ചെയ്യാറുണ്ടോ? ദ നീ ചെസ്റ്റ് പൊസിഷൻ இந்த കോഡ് പ്രൊലാപ്സ് ഉണ്ടോ? ഫണ്ടസിന്റെ പ്രൊലാപ്സും ദ കോഡ് പ്രൊലാപ്സും, ഫണ്ടസ് പ്രൊലാപ്സും ദ കോഡ് പ്രൊലാപ്സും, ദ കോഡ് പ്രൊലാപ്സും ഫണ്ടൽ പ്രൊലാപ്സിനും വേണ്ടി ഉണ്ടോ? യൂട്രസിന്റെ ഫണ്ടസ്. അതുപോലെ തന്നെ കോഡിന്റെ പ്രൊലാപ്സിന് സമയത്ത് നമ്മൾ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഫണ്ടസിന്റെയും ദ കോഡിന്റെയും പ്രൊലാപ്സ് സമയത്ത് നമ്മൾ ഈ പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടിയാ ഫണ്ടസിന്റെയും ദ കോഡിന്റെയും ദ പ്രൊലാപ്സ് സമയത്ത് ദ നീ ചെസ്റ്റ് യൂസ് ചെയ്ത കാരണം എന്താ? ഫണ്ടസിന്റെയും കോഡിന്റെയും പ്രൊലാപ്സ് സമയത്ത് ദ നീ ചെസ്റ്റ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ദ പ്രഷർ റിലീവ് വേണ്ടിയാണോ? ദ പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടിയാണോ? ആണോ? താഴോട്ടുള്ള ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. താഴോട്ടുള്ള പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തല്ലേ കോഡ് പ്രൊലാപ്സും ഫണ്ടൽ പ്രൊലാപ്സ് സമയത്ത് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഞാൻ ചോദിക്കാം. കേരള PSC പ്രീവിയസ് ചോദ്യമാണ്, OBGയിൽ നിന്ന് ചോദ്യമാണ്. ദ കോഡ് പ്രൊലാപ്സും ഫണ്ടൽ പ്രൊലാപ്സ് സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പേഷ്യന്റ് കൊടുക്കുന്ന പൊസിഷൻ ഏതാ പറഞ്ഞു? ദ കോഡ് പ്രൊലാപ്സും ഫണ്ടൽ പ്രൊലാപ്സ് സമയത്ത് ആ ഒരു പ്രഷർ കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ദ നീ ചെസ്റ്റ്. അത് ലേബർ സമയത്ത് യൂസ് ചെയ്യാറുണ്ടോ? ലേബർ സമയത്ത് ദ നീ ചെസ്റ്റ് യൂസ് ചെയ്യാറുണ്ടോ? ലേബർ സമയത്ത് നീ ചെസ്റ്റ് യൂസ് ചെയ്യാറുണ്ടോ? ആലോചിച്ചോക്കെ, ലേബർ സമയത്തോ? സാർ എന്ത് പറയുന്നു? ലേബർ സമയത്ത് നീ ചെസ്റ്റ് യൂസ് ചെയ്യാറുണ്ടോ? നീ ചെസ്റ്റ് ലേബർ യൂസ് ചെയ്യാറുണ്ടോ? പറഞ്ഞു ലേബർ യൂസ് ചെയ്യാറുണ്ടോ? ലേബർ സമയത്ത് ആ പുള്ളി ഹെഡില്ലേ, ആ ഹെഡ് പുറത്തോട്ട് ഇറങ്ങി വരാതെ ഹെഡ് ഇത് ട്വിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാറില്ലേ? ലേബർ സമയത്ത്, നോർമൽ ലേബർ സമയത്ത് ആ പുള്ളി ഹെഡില്ലേ അത് ട്വിസ്റ്റ് ആയിരിക്കുമ്പോൾ പുറത്തോട്ട് ഇറങ്ങി വരാതിരിക്കുമ്പോൾ നമ്മൾ നീ ചെസ്റ്റ് യൂസ് ചെയ്യൂടെ?
ചെയ്യാം, മറക്കരുത്. ചോദ്യം എഴുതുമല്ലോ, എഴുതൂടില്ല, എഴുതും, 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 മറക്കരുത്. ചോദ്യം ചോദിക്കും. എത്ര എണ്ണം പഠിച്ചു മൊത്തം? എത്ര എണ്ണം പഠിച്ചു? 9 ആണോ? 9 ആണോ? 9. ഈ 9 പഠിച്ചപ്പോഴും ഇതുവരെ പഠിക്കാത്ത കുറെ കാര്യം പഠിക്കാൻ പറ്റും. 9 എണ്ണം പഠിച്ചപ്പോഴും ഇതുവരെ പഠിക്കാൻ പറ്റാതെ പോയ, പണ്ട് കോളേജിൽ പോലും പഠിക്കാൻ പറ്റാതെ പോയ കുറെ കാര്യം പഠിച്ചു. പണ്ട് കോളേജ് യൂണിവേഴ്സിറ്റി പഠിച്ച പോലും പഠിക്കാൻ പറ്റാതെ പോയ കുറെ കാര്യം പഠിച്ചു. ഏറ്റവും കൂടുതൽ വന്നത് റെസ്പിറേറ്ററി ഗൈനക്കോളജി ബന്ധപ്പെട്ടല്ലേ? ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു ചോദ്യം റെസ്പിറേറ്ററി ഗൈനക്കോളജി ബന്ധപ്പെട്ടല്ലേ? പൊസിഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ച കാര്യം റെസ്പിറേറ്ററി ഗൈനക്കോളജി അല്ലേ? ആണോ? ആണോ? ആൻഡ് സർജറീസ് ഉണ്ടല്ലോ, മറക്കരുത്. ആൻഡ് 10ാമത്തെ ഏതാ? 10ാമത്തെ പ്രശ്നം എന്താ? വായിച്ചേടെ. തല കീഴായിരിക്കും പ്രശ്നം ഏതാടെ? കാല് മുകളിലോട്ട്, തല താഴെ പ്രശ്നം ഏതാ? കാല് മുകളിലാണ്, തല താഴിലാണ്. കാല് മുകളിലാണ്, താഴെ താഴിലാണ്. ടെൻഡലിംബർഗ് ടെൻഡലിംബർഗ് ആണോ? ടെൻഡലിംബർഗ് പൊസിഷൻ ആണോ? 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 കാല് മുകൾ ആണ്, തല താഴെ. ആക്ച്വലി ഇത് പറയുമ്പോൾ പേഷ്യന്റിന്റെ ബാക്കും ഹെഡും ലോ ആയിരിക്കും. ടെൻഡലിംബർഗ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ബാക്ക് ഭാഗവും ഹെഡ് ഭാഗവും ലോ ചെയ്തിരിക്കുമോ? ടെൻഡലിംബർഗ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഹെഡും ബാക്കും ലോ ആയിരിക്കും. ഇവിടെ ആയിരിക്കും, ആയിരിക്കും. ആൻഡ് ബോഡിയിൽ ലെഗും എലിവേറ്റഡ് ആണോ? ബോഡിയും ലെഗും എലിവേറ്റഡ് ആണോ? ഹെഡ് താഴെയായിരിക്കും, ബാക്ക് താഴെയായിരിക്കും, ബോഡിയും ലെഗും എലിവേറ്റഡ് പൊസിഷൻ ആണോ? ആലോചിക്കണേ. ഹെഡ് താഴെ, ബോഡി ലെഗ് എലിവേറ്റഡ്. ഹെഡ് താഴെ, ബോഡിയും ലെഗും എലിവേറ്റഡ് ആണോ? ഹെഡ് താഴെയും ബോഡിയിൽ ലെഗും എലിവേറ്റഡ് പൊസിഷൻ ഏതാ? ഹെഡ് താഴെ വരും, ബോഡിയിൽ ലെഗും എലിവേറ്റഡ് ഉള്ള പൊസിഷൻ ഏതാ? ടെൻഡലിംബർഗ് അല്ലേ? ടെൻഡലിംബർഗ് അല്ലേ? അല്ലേ? ഇവിടെ ചോദ്യം എത്ര ഡിഗ്രിയാ? എത്ര ഡിഗ്രിയാ ആ ഹെഡ് എൻഡ് ലോവർ ചെയ്യുന്നത്? എത്ര ഡിഗ്രി? ചോദ്യം വരുന്നത് ഹെഡ് എൻഡ് ലോവർ ചെയ്യുന്ന, ഇവിടെ നിന്ന് എക്സാക്ട് ആയിട്ട് ടെൻഡലും പറഞ്ഞ ചോദ്യം വരും. എത്രയാ ഡിഗ്രി ചായുന്നത്? 30 to 45 ഡിഗ്രി, 30 മുതൽ 45 ഡിഗ്രി വരെ എപ്പോഴും ഇത് ഹെഡ് എൻഡ് ലോവർ ചെയ്യുന്നത്. ഇത് ഹെഡ് എൻഡ് എപ്പോഴും 30 to 45 ഡിഗ്രി എപ്പോഴും ലോവർ താഴ്ന്നു വരില്ലേ? ഹെഡ് എപ്പോഴും ലോവർ ചെയ്ത ഡിഗ്രിയാ. ഹെഡ് എൻഡ് എപ്പോഴും ലോവർ ചെയ്യുന്നത് 30 മുതൽ 45 ഡിഗ്രി വരെ എപ്പോഴും ലോവർ. മറക്കോടെ കാര്യം? മറക്കോ? വേറെ എവിടെയൊന്നും പഠിച്ചില്ലേ? വേറെ എവിടെയോ 30 to 40 പഠിച്ചോ? ഇന്ന് വേറെ എവിടെയോ 30 to 40 പഠിച്ചോടെ? വേറെ എവിടെ? ഫോൾഡർ ആണോ? അതും ഇത് കൺഫ്യൂഷൻ ആക്കരുത്. ഇവിടെ ഹെഡ് എൻഡ് ആണ് 30 മുതൽ 45 താഴെ. ഹെഡ് എൻഡ് 30 മുതൽ 45 താഴെയാക്കിയാൽ ആ ഒരു പൊസിഷന്റെ പേരെന്താ? ഹെഡ് എൻഡ് 30 മുതൽ 45 വരെ താഴെയാക്കിയാൽ എന്ത് പൊസിഷനാണ്? ടെൻഡലിംബർഗ്. പെട്ടെ, എന്നെ കൊണ്ട് കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും വാക്ക് കൊടുക്കാറില്ല. ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ വാക്ക് കൊടുക്കാറില്ല. പക്ഷെ ഈ മാസം വരുന്ന JPG എക്സാം വേണ്ടി ഞാൻ ഒരു ദിവസം ഫുൾ ഇരിക്കാം. രാവിലെ തൊട്ട് ഈവനിങ് വരെ ഇരിക്കാം. ആരെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്യും. ആ വരുന്നവരെ പേര് എനിക്ക് മുൻകൂട്ടി പറയണം. എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് ഗ്രൂപ്പ് ഇടാം. ഗ്രൂപ്പ് ഇടുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ആർക്കൊക്കെ JPG വേണ്ടി സൺഡേ മതിയോ? സൺഡേ മതി. പക്ഷേ എനിക്ക് 4 ദിവസം ഗ്യാപ്പ് വേണം. 4 ദിവസം ഗ്യാപ്പ് വേണം. 4 ദിവസം ഗ്യാപ്പ് വരണം. 4 ദിവസം ഗ്യാപ്പ് ഇട്ട ശേഷം രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കാം.
എന്റെ കൂടെ ഒരു ബുക്കും വേണ്ട, പേനയും വേണ്ട, ഇരുന്ന് കേൾക്കുക. എല്ലാ സബ്ജക്റ്റും പറഞ്ഞിട്ടെ, സബ്ജക്ട് എല്ലാം പറഞ്ഞിട്ടെ, ഇനി വേറെ ഒന്നുമില്ല, എല്ലാ സബ്ജക്റ്റും പറഞ്ഞിട്ടെ. മെറ്റ്സർജ് തൊട്ട് ഫൗണ്ടേഷൻ തൊട്ട് എല്ലാ സബ്ജക്റ്റും കേട്ടിരിക്കും. ഇരിക്കുമോ? എല്ലാ സബ്ജക്റ്റും. JPH-നകത്തുള്ള എക്സാം മാത്രം, DME അല്ല, JPH എക്സാം പോകുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരട്ടെ. ഓരോന്നെടുക്കും, നോക്കും, പറയും, പോവും, പറയും, വീണ്ടും പറയും, പോവും. റിവിഷൻ, ആഹാരം കയ്യിരിക്കും കേട്ടോ, ആഹാരം കയ്യിരിക്കണം, എടുത്ത് കഴിക്കണം, കാണും, കഴിക്കണം, കാണും. ഞാൻ ഇത് മുൻകൂട്ടി പറയാൻ കാരണം, ആ ദിവസം ഞാൻ മുൻകൂട്ടി പറയുമ്പോൾ ഇന്റർനെറ്റ് ഇല്ല, എന്റെ ഡേറ്റ തീർന്നു പോയി, അപ്പൊ പറയൂ, ഡേറ്റ തീർന്നു പോയി, ഞാൻ യൂട്യൂബ് കണ്ടു, കുട്ടി കണ്ടു, കൊച്ചു കണ്ടു, പറയരുത് കേട്ടോ. പറയോ? ഇല്ല. ഇനി എവിടെ യൂസ് ചെയ്യാം? ടെൻഡൽബർഗ് എവിടെ യൂസ് ചെയ്യാം? എവിടെ യൂസ് ചെയ്യാം? ആർക്ക് യൂസ് ചെയ്യാം? നമ്മൾ ആർക്ക് യൂസ് ചെയ്യാം? ആ ചോദ്യം എക്സാമിന് കഴിഞ്ഞ നെർവ് സിസ്റ്റം ഇല്ലേ, നെർവ് സിസ്റ്റം ചോദിച്ചതാണ്. കഴിഞ്ഞ എക്സാമിന് JPH എക്സാമിന് ചോദിച്ച ചോദ്യമുണ്ട്, നെർവ് സിസ്റ്റം ചോദിച്ച ചോദ്യമാണ്. ടെൻഡൽബർഗ് ക്വസ്റ്റ്യൻ ആർക്ക് യൂസ് ചെയ്യും? ഷോക്കിനും ഹൈപ്പോടെൻഷനും, ഷോക്കിനും ഹൈപ്പോടെൻഷനുമായി. മറക്കരുത്, ഷോക്കിന്റെ ഹൈപ്പോടെൻഷനിലെ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ഷോക്കിന്റെയും ഹൈപ്പോടെൻഷന്റെയും ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? അറിയില്ലായിരിക്കും. ഷോക്കിന്റെയും ഹൈപ്പോടെൻഷന്റെയും ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന പൊസിഷന്റെ പേര്, ഷോക്കിന്റെയും ഹൈപ്പോടെൻഷന്റെയും. ഷോക്കുമുണ്ട് ഹൈപ്പോടെൻഷനും ഉണ്ടെങ്കിൽ അവിടെ പേഷ്യന്റ് കൊടുക്കുന്ന എന്താ? ടെൻഡൽബർഗ്. മറക്കരുത്, മറക്കരുത്. മാത്രമല്ല, ഇവിടെ കാലുകളിൽ ബ്ലഡ് കെട്ടിക്കിടന്ന് വിസിയറോടെ, കാലിൽ ബ്ലഡ് പൂള് ചെയ്ത് തിരിച്ച് ഹാർട്ടിലോട്ട് വരുന്നില്ല. കാലിൽ ബ്ലഡ് കെട്ടിക്കിടന്ന് തിരിച്ച് ഹാർട്ടിലോട്ട് വന്നില്ലേ കൊടുക്കോ? ലോവർ എക്സ്ട്രിമിറ്റീസിൽ ബ്ലഡ് പൂള് ചെയ്ത് കിടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കാറുണ്ടോ? ലോവർ എക്സ്ട്രിമിറ്റീസിൽ ബ്ലഡ് പൂള് ചെയ്ത് കിടന്നാൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഈ ഒരു പൊസിഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല. എപ്പോഴും ഷോക്കും ഹൈപ്പോടെൻഷനും പഠിക്കാറില്ലേ? എപ്പോഴും ഷോക്കും ഹൈപ്പോടെൻഷനും മാത്രം പഠിച്ചോണ്ട്, പക്ഷെ ലോവർ എക്സ്ട്രീമിറ്റീസിൽ ബ്ലഡ് പൂള് ചെയ്ത് കിടന്നാൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല, നോർമലി എവിടെ യൂസ് ചെയ്യും? നോർമലി എവിടെ യൂസ് ചെയ്യും? സ്പൈനൽ അനസ്തീഷ്യ. നോർമലി ലോവർ എക്സ്ട്രീമിറ്റീസിലുള്ള സ്പൈനൽ അനസ്തീഷ്യ യൂസ് ചെയ്യാറില്ലേ? അനസ്തീഷ്യ, സ്പൈനൽ അനസ്തീഷ്യ യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. സ്പൈനൽ അനസ്തീഷ്യക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സ്പൈനൽ അനസ്തീഷ്യക്ക് ഇപ്പോൾ നോക്കാറുണ്ട്. മാത്രമല്ല, സ്പൈനൽ ഫ്ലൂയിഡിന്റെ ലീക്കേജ് പ്രിവെന്റ് യൂസ് ചെയ്യാറില്ലേ? സ്പൈനൽ ഫ്ലൂയിഡിന്റെ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സ്പൈനൽ ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. പ്രഗ്നൻസിയിൽ കോഡ് പ്രൊലാപ്സ് വന്ന് വെച്ചാറുണ്ടോ? അവിടെ പ്രഗ്നൻസിയിൽ കോഡ് പ്രൊലാപ്സ് സമയത്ത് ടെൻഡൽബർഗ് യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. മറക്കരുത്. ഓർമ്മിക്കേണ്ട കാര്യം, ഇൻഡിക്കേഷൻ പറഞ്ഞില്ലേ? ആർക്കൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞില്ലേ? ആർക്കൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞു? ആർക്ക് യൂസ് ചെയ്തുകൂടാ? കോൺട്രാ ഇൻഡിക്കേഷൻ. നമ്മൾ ബാക്കി എല്ലായിടത്തും കോൺട്രാ ഇൻഡിക്കേഷൻ പറഞ്ഞില്ലല്ലോ. ബാക്കി ഒരിടത്തും കോൺട്രാ ഇൻഡിക്കേഷൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് പഠിച്ച ഒരിടത്തും തന്നെ കോൺട്രാ ഇൻഡിക്കേഷൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് പഠിച്ച ഒരിടത്തും കോൺട്രാ ഇൻഡിക്കേഷൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഒരിടത്ത് പഠിക്കുമ്പോൾ ഒരിടത്ത് കോൺട്രാ ഇൻഡിക്കേഷൻ പഠിക്കണം. ആർക്ക് കൊടുത്തുകൂടാ ഈ ക്വസ്റ്റ്യൻ? ടെൻഡൽബർഗ് ആർക്ക് കൊടുത്തുകൂടാ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിനും ക്രയൽ സർജറിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ടെൻഡൽബർഗ് കൊടുത്തുകൂടാ. ശരിയല്ലേ? എന്തുകൊണ്ടാ ഹെഡ് ഇഞ്ചറിക്കും ക്രയൽ സർജറിയും കൊടുത്തത്? എന്തുകൊണ്ട്? കാരണം എന്താ? ICP കൂടില്ലേ? ഹെഡ് ഇഞ്ചറി കൂടുതൽ പ്രഷർ കൊടുക്കുന്ന കാരണം ഹെഡ് ലോ ആക്കിയല്ലേ?
ഹെഡ് ലോ ആക്കിയാൽ ഹെഡിൽ പ്രഷർ കൂടാറില്ലേ? ഹെഡ് എൻഡ് ലോവർ ആക്കിയാൽ ഹെഡിൽ പ്രഷർ കൂടില്ലേ? ഹെഡ് എൻഡ് ലോവർ ആക്കിയാൽ ഹെഡിൽ കൂടുതൽ പ്രഷർ കുറയും. കൂടും കൂടും ICP കൂടെ ICP കൂടാം. അതുകൊണ്ട് ഒരിക്കലും ഹെഡ് ഇഞ്ചറിക്കും സെർവിക്കൽ സർജറിക്കും ക്രയണൽ സർജറിക്കില്ലേ, ക്രയണൽ സർജറിക്കും ഹെഡ് ഇഞ്ചറി പേഷ്യന്റ് എപ്പോഴും ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ എന്ത് കൊടുക്കാറില്ല? ഫോൾഡർ ആണോ ഐ ഫോൾഡർ ആണോ ഏതാണ്? ടെൻഡൽ നമ്പർ കൊടുത്തുകൂടാ, ടെൻഡൽ നമ്പർ കൊടുത്തുകൂടാ. ആ കൊടുത്തുകൂടാ ക്രയണൽ സർജറിക്കും ഹെഡ് ഇഞ്ചറിക്കും ടെൻഡൽ നമ്പർ കൊടുത്തുകൂടാ. മറക്കില്ല. ലാസ്റ്റ് വൺ ഇസ് ദ റിവേഴ്സ് ടെൻഡൽ നമ്പർ. ഫസ്റ്റ് 10ാമതായിട്ട് இந்த ടെൻഡൽ നമ്പർ പഠിച്ചു, ശേഷമായിട്ട് പഠിക്കുകയാണ് റിവേഴ്സ് ടെൻഡൽ നമ്പർ. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 3 ദിവസം പഠിക്കട്ടെ, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പോകണം. നമ്മൾ അടുത്ത ദിവസം പഠിക്കുന്ന അറിയാമോ? അടുത്ത ദിവസം ഫൗണ്ടേഷനകത്ത് സ്ലീപ്പ് പഠിക്കും കേട്ടോ. അടുത്ത ദിവസം അല്ലേ? അടുത്ത ദിവസം ഫൗണ്ടേഷനകത്ത് സ്ലീപ്പ് അറിയാമോ? സ്ലീപ്പ് അറിയാമോ? സ്ലീപ്പ് ഉറങ്ങിക്കൊണ്ടിരിക്കും, ഉറങ്ങുക അറിയോ? സ്ലീപ്പ് അറിയാമോ? സ്ലീപ്പ് അറിയാമോ? സ്ലീപ്പ് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അറിയാമോ? സ്ലീപ്പ് അറിയാമോ? ചോദിക്കട്ടെ, ദ ഷോക്കിനും ദ ഹൈപ്പോടെൻഷൻ യൂസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഷോക്ക്, ഹൈപ്പോടെൻഷൻ, സ്പൈൻ അനസ്തീഷ്യ, ദ കോഡ് പ്രൊലാപ്സ് ഏതാ? ടെൻഡൽ നമ്പർ അല്ലേ? ആണോ? ആണ്. ആ ഹെഡ് ഇഞ്ചറി ഉണ്ട്. And the final one is reverse ടെൻഡൽ നമ്പർ. സംഭവം എന്താ? റിവേഴ്സ് ടെൻഡൽ എന്ന് പറയുമ്പോ ഇവിടെ ഹെഡ് ലോവർ ആണോ ഓർ എലിവേറ്റഡ് ആണോ? റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഹെഡ് ലോവർ ആണോ ഓർ ഹയർ ആണോ? ഹെഡ് ലോവർ ഹയർ ആണോ? അതൊന്ന് പറയുക. ഹെഡ് ലോവർ ആണോ ഹയർ ആണോ? റിവേഴ്സ് എന്ന് പറയുമ്പോൾ പിക്ചറിലുണ്ട്. രണ്ടാമത്തെ പിക്ചർ, സെക്കൻഡ് പിക്ചർ നോക്കിയേ. ഹെഡ് ഹൈ അല്ലേ? ഹെഡ് എത്ര ഹൈയാ? 45 ഡിഗ്രി ഹൈ അല്ലേ? ഹെഡ് 45 ഡിഗ്രി ഹൈയും ഫുട്ട് ലോവറും അല്ലേ? ഹെഡ് 45 ഡിഗ്രി ഹൈയും ഫുട്ട് ലോവറിലോട്ടും അല്ലേ? ആണ്. ഇതെവിടെ വെച്ച്? നേരത്തെ പറഞ്ഞപ്പോ ICP കോഡ് പറഞ്ഞില്ലേ? ആ ICP അത് കുറയ്ക്കാൻ കൊടുക്കുന്ന പൊസിഷൻ ഏതാ? ICP കുറയ്ക്കാൻ കൊടുക്കുന്ന ഇൻട്രാക്രയൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന പൊസിഷൻ ഏതാ? ഇൻട്രാക്രയൽ പൊസിഷൻ കുറയ്ക്കാൻ കൊടുക്കുന്ന പൊസിഷന്റെ പേരെന്താ? കേരള PC പ്രീവിയസ് ചോദ്യം. ഇൻട്രാക്രയൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി റിവേഴ്സ് ടെൻഡൽ പറയുക. അപ്പൊ അത് ചൂടാ. ടെൻഡൽ നമ്പർ കാരണം ICP കൂടിയാൽ അത് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കും. റിവേഴ്സ് കൊടുത്താൽ പോരെ. സോ ICP കുറയ്ക്കാൻ വേണ്ടി എപ്പോഴും റിവേഴ്സ് ടെൻഡൽ നമ്പർ കൊടുക്കാറുണ്ട്. സോ ദ പൊസിഷൻ എന്ന ചാപ്റ്റർ ക്ലിയർ ആയി. ദ ബേസിക്സ് ഓഫ് നഴ്സിംഗിൽ ദ മൊബിലിറ്റി എന്ന ഭാഗത്ത് ബേസിക്സ് ഓഫ് നഴ്സിംഗിനകത്ത് ദ മൊബിലിറ്റി എന്ന ചാപ്റ്ററിനകത്ത് ക്ലിയർ ആയത്. ബേസിക്സ് ഓഫ് നഴ്സിംഗ് പഠിക്കുന്ന ബേസിക്സ് ഓഫ് നഴ്സിംഗിനകത്ത് ദ മൊബിലിറ്റി എന്നൊരു വലിയൊരു ഭാഗത്ത് നിന്ന് ഉള്ള കാര്യങ്ങൾ പൊസിഷൻ വരെ ക്ലിയർ ആയോ? കിട്ടിയോ? ഫുഡ് കഴിച്ചോ? എന്റെ ഫുഡ് ഇനി കേട്ടോ. ഞാൻ ഇനി കഴിക്കും. എപ്പോഴും എല്ലാ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇനി എന്നെ കാത്ത് താഴെ ഒരു അമ്മരിപ്പുണ്ട്.
ഞാൻ പോകുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. ഓക്കെ, പഠിക്കുക. ഇത്രയും സമയം എടുത്തുകൊണ്ടിരിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ നന്നായി പഠിക്കാൻ വേണ്ടിയല്ലേ. ഇത്രയും സമയം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അത്രയും ആത്മാർത്ഥത്തോടെ പറയുകയാണ്, പഠിക്കുക, ജോലി കിട്ടും. കിട്ടുമെന്നത് കിട്ടും. ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം അതുപോലെ പഠിക്കുക. ഓക്കെ, എന്ത് പഠിപ്പിക്കുന്നു അതെല്ലാം കൃത്യം പഠിക്കുക. റെക്കോർഡ് ക്ലാസ് മിസ്സായിട്ടുള്ള ചോദിക്കുക. അയച്ചേര് സെല്ല് തൊട്ട് സെല്ല്, ടിഷ്യൂ, എവറിത്തിങ്, ഗ്ലാൻസ്, കണക്ട് ടിഷ്യൂ, മസ്കുലോ, ഫൗണ്ടേഷൻ, ഇതുപോലെ ചോദിച്ച് പഠിക്കുക. ആ JPSന് പോകുന്ന ആൾക്കാർ എല്ലാ റെക്കോർഡിങ് വാങ്ങിക്കുക, പഠിക്കുക, പാസ്സാവുക. കഴിഞ്ഞിട്ട് അയക്കൂല. എപ്പോഴും ദിവസം തീർന്നില്ല, ഇന്ന് ദിവസം തീർന്നില്ല, ദിവസം തീർന്നില്ല, അയക്കോ അയക്കുമല്ലോ. കഴിഞ്ഞിട്ട് അയക്കുമോ? നോക്കട്ടെ, വിഷുക്കിന്റെ അയക്കുമല്ലോ, നോക്കട്ടെ ആരൊക്കെ നോക്കട്ടെ. സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൺ അതർ ക്ലാസ്. നോക്കട്ടെ കേട്ടോ ആരൊക്കെ അയക്കും ഇങ്ങോട്ട്. പഠിക്കും.